بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെയോ റസൂലുകളെയോ നിയോഗിച്ചിട്ടില്ലാത്ത ഒരു കാലവും ലോകത്ത് മനുഷ്യചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല. ഫത്രത്തിൻ്റെ കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിലവിൽ ഒരു ദീനും ഇല്ലാത്ത കാലം എന്നല്ല ഫത്രത്തിൻ്റെ കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാർ മരിച്ചു പിരിയുമ്പോൾ പിന്നീടൊരു പ്രവാചകൻ വരുന്നതിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം, ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിലേക്കാണ് എല്ലാ കാലഘട്ടത്തിലും പുരോഹിതന്മാർ, ഭരണാധികാരികളും സമൂഹത്തിൻ്റെ മേൽ ആധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടി വരാറ്. പുരോഹിതന്മാരും ഭരണകൂടങ്ങളും ആധിപത്യം സൃഷ്ടിച്ച് സമൂഹത്തെ ദുരുപയോഗപ്പെടുത്തുന്ന കാലഘട്ടത്തിനാണ് നാം ഫത്രത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. എന്നല്ലാതെ ഒരു നബിയുമില്ല, ഒരു റസൂലുമില്ല, ഒരു സന്ദേശവുമില്ല, ഒരു നിർദ്ദേശവുമില്ല. അങ്ങനെ വെറും കാട്ടാളന്മാരെ മാതിരി ഒന്നും തിരിയാതെ മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടം എന്നല്ല ഫത്രത്തിൻ്റെ കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ, അഥവാ ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽക്കാണല്ലോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്താണ് പ്രശ്നം? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം വരെ, അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിറകിൽ ഒരു 10 തലമുറ വരെ, 11ാമത്തെ തലമുറ വരെ പ്യൂർ ദീനനുസരിച്ച് ജീവിക്കുന്ന സമൂഹമാണ് ലോകത്തുണ്ടായിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതല്ലേ. ദീനിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണത്? ശിർക്കും കുഫറും.
ദീനുൽ ഇസ്ലാമിനെതിരെന്ന് പറഞ്ഞാൽ ശിർക്കും കുഫ്റുമാണ്. മറ്റുള്ളത് അഅ്മാലിനെതിരാണ്. മദ്യപാനം, പലിശ, കൊല, ചൂതാട്ടം, സിന, ഇതൊക്കെ അഅ്മാലി രംഗത്ത്, കർമ്മരംഗത്തുള്ള ദൂഷ്യങ്ങളാണ്. കർമ്മരംഗത്തുള്ള ദൂഷ്യങ്ങളല്ല ഒന്നാമത്തെ ദൂഷ്യം. ആദർശത്തിലുള്ള ദൂഷ്യമാണ് ഒന്നാമത്തെ ദൂഷ്യം. ആദർശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വിഷയത്തിലും അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുക. ആദർശത്തിലുള്ള ദൂഷ്യം എന്താണ്? അള്ളാഹു അല്ലാത്ത മഹാന്മാരെയോ മഹദിമാരെയോ ഇടയാളുകളാക്കി അംഗീകരിക്കുക. ഇതാണ് അടിസ്ഥാന വിഷയം. അള്ളാഹു തആല പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാമിലെ അടിസ്ഥാന വിഷയം ഇതാണ്. ഉഅ്ബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. അള്ളാഹുവിനെ മാത്രം, ഉഅ്ബുദുല്ലാഹ് ഐ വഹീദുല്ലാഹ്. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കുക, അള്ളാഹുവിന് മാത്രമായിരിക്കുക. വലാ തുശ്രികൂ ബിഹി ശൈആ. ആ കാര്യം ചെയ്യുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, അത് ദുആ ആവാം, നിസ്കാരമാവാം, നോമ്പാവാം, സക്കാത്താവാം, ഹജ്ജാവാം, ഉംറയാവാം, നേർച്ച വഴിപാടുകളാവാം, അതേപോലെയുള്ള എന്തുമാവാം, ബലിയറുക്കലാവാം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ വിഷയത്തിൽ അള്ളാഹിനെ മാത്രമേ പരിഗണിക്കാവൂ. അള്ളാഹു അല്ലാത്ത നബിമാരെയോ റസൂലുകളെയോ വലിയുകളെയോ ശൈഖുകളെയോ മലക്കുകളെയോ ജിന്നുകളെയോ ഒരു കാരണവശാലും ഒരു കാര്യത്തിലും അള്ളാഹുവിനോടൊപ്പം ചേർക്കാതിരിക്കുക. അത് നിദ്ദൻ, അള്ളാഹ്ക്ക് പകരമായിട്ട് ചേർക്കാതിരിക്കുക. അള്ളയും മറ്റുള്ള ആളും, അള്ളയും ഔലിയാക്കളും, അള്ളയും അമ്പിയാക്കളും, അള്ളയും മുർസലിങ്ങളും, അള്ളയും ജിന്നുകളും, അള്ളയും മലക്കുകളും സമാസമം, സവാ അംബി സവാ. അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പാതകം. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ ആദർശം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും ഐ വഹീദൂ റബ്ബക്കും. ഉഅ്ബുദൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യേണ്ടത് റബ്ബക്കും, നിങ്ങൾ റബ്ബിന് വേണ്ടിയാണ്. അവിടെ ഇബാദത്തിൻ്റെ മഅന വഹദാനിയത്ത് എന്നാണ്, തൗഹീദ് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെച്ച അർത്ഥമാണത്. ഉഅ്ബുദൂ ഐ വഹീദൂ. ഉഅ്ബുദൂ അതിൻ്റെ അർത്ഥം ഐ വഹീദൂ. ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കരിക്കുക, നോമ്പ് വെക്കുക, സക്കാത്ത് കൊടുക്കുക, ചെയ്യുക, ഇബാദത്ത് അതല്ല. ഇബാദത്തിൻ്റെ അർത്ഥേ അതല്ല. ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രം ചെയ്യുക. ഇതാണ് ഇബാദത്തിൻ്റെ മഅന. മറ്റേതിന് അഅ്മാൽ എന്നാ പറയുക, അമൽ ചെയ്യുക എന്നാ പറയുക. നിസ്കരിക്കാൻ നോമ്പ് വെക്കുന്നവർക്ക് അമൽ ചെയ്യുക എന്നാ പറയുക. അത് രണ്ടാമത്തെ വകുപ്പാണ്, അൽ ഈമാൻ വൽ അഅ്മാൽ. ഒന്നാമത് നടക്കേണ്ടത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന, കർമ്മങ്ങൾ എന്നർത്ഥം വെച്ചിട്ട് മലയാളികൾ തൊലച്ചതാണ്, ഉലമാക്കളടക്കം. ഇബാദത്തിന് ആരാധന എന്നെങ്ങനെ അർത്ഥം വെക്കുക? ഇബാദത്ത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രം ചെയ്യുക. ദുആ അള്ളാഹിനോട് മാത്രമായിരിക്കുക. ഇസ്തിഖാറ അള്ളാഹിനോട് മാത്രമായിരിക്കുക. ഇസ്തിആന അള്ളാഹിനോട് മാത്രമായിരിക്കുക. ഇസ്തിഖാറ അള്ളാഹിനോട് മാത്രമായിരിക്കുക. ഇസ്തിആദ അള്ളാഹിനോട് മാത്രമായിരിക്കുക. അപ്പം ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കുന്നതിൻ്റെ പേരാണ് ഇബാദത്ത്. ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെയോട് പരിഗണിക്കലാണ് ശിർക്ക് എന്നുള്ളത്. ശിർക്കിന് പിന്നെ വേറെ തന്നെ ഒരു അമലില്ല. ദുആ അള്ളാഹിനോട് മാത്രമാകുമ്പോൾ അത് ഇബാദത്താകും, അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ അത് ശിർക്കാവും. ഒരേ കാര്യം തന്നെ. നിസ്കാരം അള്ളാഹ്ക്ക് മാത്രമാകുമ്പോൾ അത് ഇബാദത്താകും, ആ നിസ്കാരം അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും കൂടി ഉൾപ്പെടുത്തിയാൽ അത് ശിർക്കാവും. നോമ്പ് അള്ളാഹ്ക്ക് മാത്രമാകുമ്പോൾ അതിൻ്റെ പേരാണ് ഇബാദത്ത്. ആ നോമ്പിനൊന്നിച്ച് വേറെ ആരെങ്കിലും ഒന്ന് കരുതി, അപ്പോഴാണ് അത് ശിർക്കാകുന്നത്.
ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് മാത്രമാണെങ്കിൽ ആ ദാനധർമ്മങ്ങളെ പേരാണ് ഇബാദത്ത്. അത് വേറെ ആരെങ്കിലും പേരിലാകുമ്പോൾ അപ്പോൾ അത് ശിർക്കാകും. ഒരേ കാര്യം തന്നെയാണ് തൗഹീദും ശിർക്കും ആകുന്നത്, ഇബാദത്തും ശിർക്കും ആകുന്നത് ഒരേ കാര്യം തന്നെയാണ്. എന്നാലത് ശിർക്കിന് വേണ്ടി വേറെ തന്നെ ഒരു തസ്തിക അള്ളാഹു തആല പഠിപ്പിച്ചു തന്നിട്ടൊന്നുമില്ല. ഒരു പ്രവാചകന്മാർ ഇന്നിന്ന കാര്യം ചെയ്താൽ ശിർക്ക്, ഇന്നിന്ന കാര്യം ചെയ്താൽ ഇബാദത്ത് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രമാണെങ്കിൽ ഇബാദത്ത്, അള്ളാഹുവിനോടൊപ്പം വേറെ ആരുണ്ടെങ്കിൽ ശിർക്ക്. ഈ കാര്യത്തിൽ ആയിരിക്കണം അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പൊ നിദ്ദൻ ഏതെല്ലാം കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, അള്ളാഹുവിന് പകരക്കാരായിട്ട് ഒരാൾ അള്ളാഹുവും ചെയ്യുന്നു, അള്ളാഹുവിന് പകരം ഔലിയാക്കളും ചെയ്യുന്നു. ഇന്ന തങ്ങളാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്, ഇന്ന ഷെയ്ഖാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, ഇന്ന ജിന്നാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, ഇന്ന നബിയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ നബിയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു തആലക്ക് പകരക്കാരാക്കലായി. ഇതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഞാൻ ഓതിയ ആയത്തിന്റെ അർത്ഥം യാ അയ്യുഹന്നാസോ മനുഷ്യരെ ഉഅ്ബുദു ഐ വഹീദു, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രം ചെയ്യുക. അപ്പൊ ഇബാദത്തിന്റെ അർത്ഥമാണ് ഞാൻ വെച്ചത്. ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കുക, റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ. ഈ മലയാളത്തിൽ ആരാധന എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ കൊളായത്. എന്താണ് ഈ ആരാധന? ആരാധന എന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞാലും കഴിയില്ല. കൂട്ടരെ 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഫിഖ്ഹിന്റെ മസലകളുമായിട്ടാണ് കേരളത്തിലേക്ക് ഉലമാക്കൾ കടന്നു വരുന്നത്. യമനിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാർ ഷാഫി മദ്ഹബനുസരിച്ച് അമൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് കേരളക്കാരെ പഠിപ്പിച്ചത്. കാരണം യമനിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഷെയ്ഖന്മാർ ആരാണ്? അവരൊക്കെ ബിസിനസ്സുകാരോടൊപ്പം വരുന്ന സൂഫി ഷെയ്ഖുകളാണ്. അതുകൊണ്ടാണ് സൂഫി ഷെയ്ഖുകൾ, യമനിയൻ പാരമ്പര്യം കേരളത്തിന് കിട്ടിയത് അങ്ങനെയാണ്. തരീഖത്തിൻ്റെയും ഷെയ്ഖന്മാരുടെയും പാരമ്പര്യം കേരളത്തിന് ഏതാണ്ട് ഒരു 1200 കൊല്ലമായി കിട്ടിയത് അങ്ങനെയാണ്. അതേ സന്ദർഭത്തിൽ തൗഹീദിന്റെ പ്രബോധനവുമായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്ന സംഘം വളരെ കുറവാണ്. നമ്മൾ ചരിത്രം എടുക്കും. വടക്കേ ഇന്ത്യയിൽ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധക സംഘത്തിൽ ഒന്നാമത്തത് മുഹമ്മദ് ഇബ്നു ഖാസിം അസ്-സഖഫി എന്ന സഖീഫ് ഗോത്രക്കാരനായ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിൽ, ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കയിലെ ഗവർണറായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചൊരു സംഘമാണത്. ശരിക്കത് ദൈവത്തിന്റെ സംഘമാണോ? അത് ദാഹിർ ചക്രവർത്തിയുമായിട്ട് യുദ്ധത്തിന് വേണ്ടി അയച്ച സംഘമായിരുന്നു. അത് നിഷേധിക്കാൻ നമുക്ക് പറ്റൂല. ദാഹിർ ചക്രവർത്തി അങ്ങ് ഇന്തോനേഷ്യയിൽ നിന്നോ മറ്റോ മക്കയിലേക്ക് പോകുന്ന, ജിദ്ദയിലേക്ക് പോകുന്ന ഒരു കപ്പൽ ദാഹിർ ചക്രവർത്തിൻ്റെ കടൽ സൈന്യം പിടികൂടി. എവിടെ വെച്ച്? ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, അന്നത്തെ സിന്ധ്, പഴയ സിന്ധിനാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. അന്ന് ദാഹിർ ചക്രവർത്തിയാണ് സിന്ധു ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദാഹിറിൻ്റെ കടൽ കൊള്ളക്കാരാണ് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്ന കച്ചവട കപ്പൽ അവരെ കൊള്ളയടിച്ചത് കടലിൽ വെച്ച്. വിവരം ഹജ്ജാജ് ബിൻ യൂസുഫിന് കിട്ടി. ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരു സംഘത്തെ നിയോഗിച്ചു. ആ സംഘത്തിൻ്റെ അമീറാണ് ഖാസിം ഇബ്നു സഖഫി, മുഹമ്മദ് ഇബ്നു ഖാസിം അസ്-സഖഫി. സഖീഫ് ഗോത്രക്കാരനായ മുഹമ്മദ് ഇബ്നു ഖാസിം 18-19 വയസ്സ് പ്രായമാണ്. അദ്ദേഹം വന്നു, കടൽ കൊള്ളക്കാരെ അടിച്ചമർത്തി സിന്ധിലേക്ക് കടന്നു. ദാഹിർ ചക്രവർത്തിൻ്റെ പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടി. പട്ടാളം തോറ്റു. ദാഹിർ ചക്രവർത്തിയുമായിട്ട് സന്ധിയായി. അങ്ങനെ മുഹമ്മദ് ഇബ്നു ഖാസിമിൻ്റെ കയ്യിൽ സിന്ധിൻ്റെ അധികാരം വന്നു. അതായത് അഫ്ഗാനിസ്ഥാൻ്റെ അധികാരം വന്നു. പഴയ ഒരു നിശ്ചിത കാലം ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് ഖാസിം സഖഫി മുന്നോട്ട് പോയി. ആ സമയത്താണ് ദീനുൽ ഇസ്ലാമിൻ്റെ മെസ്സേജ് ഇന്ത്യക്ക് കിട്ടുന്നത്. അപ്പോഴേക്കും ദീനുൽ ഇസ്ലാമിൻ്റെ മെസ്സേജ് എന്തായി? തൗഹീദിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് ഷിർക്കിനെതിരായിട്ടുള്ള ഒരു പടപ്പുറപ്പാടായിരുന്നില്ല അത്.
അള്ളാഹുവിനെ അംഗീകരിക്കുകയും ഒപ്പം അഅമാലുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത് മുതലായ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നൊരു സമൂഹമായിരുന്നു അവർ. ആ രീതിയിലുള്ളൊരു സംഘമായിരുന്നു അവർ. ഈ സംഘം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സിന്ധിൻ്റെ ചരിത്രമേ മാറി. ഏതാണ്ട് എല്ലാവരും മുസ്ലിമീങ്ങളായി, നല്ല സ്വഭാവക്കാരായി, തെറ്റുകുറ്റങ്ങളൊക്കെ ഒഴിവാക്കുന്നവരായി, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ മാത്രം പരിഗണിക്കുന്നവരായി. മറ്റു മതക്കാർക്കും, ദാഹിർ ചക്രവർത്തിൻ്റെ മതക്കാർക്കും മുഹമ്മദ് ഖാസിമിനെ വലിയ ഇഷ്ടമായി. അങ്ങനെയാണല്ലോ, മുസ്ലിം സമൂഹം ഒരു രാജ്യത്തേക്ക് കടന്നു ചെന്നാൽ ആ മുസ്ലിം സമൂഹം മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ അഖ്ലാഖ് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അതെന്താണ് ഏറ്റവും വലിയ ദഅവത്ത്. അതാണ് ഏറ്റവും വലിയ ദഅവത്ത്. പിന്നെ ആ സമൂഹം മുസ്ലിമീങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും, ഇഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം ഒരു ജീവിതം മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ജീവിതമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ജീവിതം ഖുർആനാണ്. കാന ഖുലുഖുൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളല്ലാത്ത മതക്കാരും മുഹമ്മദ് ഖാസിമിനെ വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങി. മുഹമ്മദ് ഖാസിം രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇബ്നു ഖാസിമിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് ഗ്രാമീണരായ ജനം ആരാധിക്കാൻ തുടങ്ങി, മറ്റു മതക്കാർ. ഒരു ദിവസം ഇബ്നു ഖാസിം രാജ്യത്തിൻ്റെ ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ എല്ലാം ഒരു ബിംബം. ആരുടെ ബിംബം? ഇബ്നു ഖാസിമിൻ്റെ ബിംബം. ഈ മുഹമ്മദ് ഖാസിം സഖഫിൻ്റെ ബിംബം. ഇതാരുടെ ബിംബം? അത് നിങ്ങളെ ഞങ്ങൾ അത്ര ദൈവതുല്യമായിട്ട് കാണുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ആരാധിക്കുന്നത്. മുഴുവൻ എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞു. കംപ്ലീറ്റ് എടുത്തു മാറ്റി ഇബ്നു ഖാസിം. അപ്പോഴേക്കും ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ വിവരം കിട്ടി. അധികാരം രാജ്യക്കാർക്ക് വിട്ടുകൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന്. അതോടുകൂടി സിന്ധിയിലെ മുസ്ലിം ഭരണം അവസാനിച്ചു. ആ സംഘം മക്കയിലേക്ക് തിരിച്ചുപോയി. പിന്നെ പഴയ രാജാക്കന്മാരുടെ പാരമ്പര്യത്തിൽ തന്നെ പിന്നെയും ഭരണം വന്നു. ഈ രീതിയെ ഞാൻ പറഞ്ഞു വരുന്നത് അർത്ഥം രീതി പറയാനല്ല, ഈ രീതിയിലാണ് ഇന്ത്യയിലേക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ ദഅവത്ത് വന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളോളമായിട്ട് പ്യൂർ തൗഹീദിൻ്റെ ദഅവത്ത് വ്യക്തിയാധിഷ്ഠിതമായിട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ, സാമൂഹ്യാധിഷ്ഠിതമായിട്ട് നടന്നിട്ടില്ല. കടന്നു വന്ന പണ്ഡിതന്മാരെല്ലാം മുവഹിദുകളാണ്, അവർ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പിന്നെ വന്നതാരാണ്? ചേരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ രാജാക്കന്മാരായിട്ട് ഭരിക്കുന്ന കാലം ചന്ദ്രൻ്റെ പിളർപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചേരമാൻ പെരുമാളിലെ ആ സമയത്തുള്ള ആ രാജാവ്, ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മേലെ രാത്രി സമയത്ത് ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു 12, 13, 14 രാവിൻ്റെ സമയമാണ്. ചന്ദ്രനെ പൂർണ്ണമായി കാണാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്ത് ഈ രാജാവ് പെട്ടെന്നൊരു അത്ഭുതം കാണുന്നു. ആകാശത്തിൽ 2 പിളർപ്പായി ചന്ദ്രൻ പിളരുന്നു. ഒരു പിളർപ്പ് ഒരു ഭാഗത്തേക്കും മറ്റേ പിളർപ്പ് വേറൊരു ഭാഗത്തേക്കും കുറച്ച് സമയം, പിന്നീട് രണ്ടും വന്ന് ചേരുന്നു. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം. ജ്യോത്സ്യന്മാരോട് ചോദിച്ചു, കൊട്ടാര ജ്യോത്സ്യന്മാരോട് ചോദിച്ചു. ജ്യോത്സ്യന്മാർ പറഞ്ഞു, അത് നിങ്ങൾ വല്ല സ്വപ്നാറ്റം കണ്ടതായിരിക്കും, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോഴാണ് കടൽ മാർഗം കച്ചവടത്തിന് വന്നൊരു സംഘത്തോട് ഇവരിത് ചോദിച്ചത്. അപ്പോൾ അവരാണ് പറഞ്ഞു കൊടുത്തത്, ഇങ്ങനൊരു പ്രവാചകനുണ്ട് മക്കായിൽ. ആ പ്രവാചകൻ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചൊരു അത്ഭുതം കാണിച്ചു തരണം എന്നാൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അത് സംഭവിച്ചത് ശരിയാണ്. പരിശുദ്ധ ഖുർആൻ ഇഖ്തറബത്തി സ്സാഅ വൻശഖൽ ഖമർ, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിനേക്കാൾ അത്ഭുതമുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നബിതങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രനെ പിളർക്കുക എന്നുള്ളത്, ചന്ദ്രനെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായെന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അതിനേക്കാൾ വലിയ അത്ഭുതമെല്ലാം അല്ലാഹു തആല റസൂലുള്ളാഹികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 7 ആകാശങ്ങളിലേക്ക് കടന്നുപോയിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹാന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ഇത് യഗ്ഷ സിദ്റത്തമായ യഗ്ഷ. പരിശുദ്ധ ഖുർആൻ അഫതുമാറൂനഹു അലാ മാ യറ, ആ മുഹമ്മദ് നബി കണ്ട കാര്യങ്ങൾ നിങ്ങൾ സംശയിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലാഹു തആല സൂറത്തുൻ നജ്മിൽ. എന്നിട്ട് അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നേർക്കുനേരെ കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിനേക്കാളൊക്കെ ചെറുതാണ് ഈ സംഭവം. ഈ കാഴ്ചയാണ് ചക്രവർത്തി കാണുന്നത്, രാജാവ് കാണുന്നത്. ആ രാജാവ് ഉറപ്പുവരുത്തുന്നു, അങ്ങനെ രാജാവിൻ്റെ മനസ്സ് മാറുന്നു, എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അങ്ങനെയാണ് ചെരമൻ പെരുമാൾ രാജാക്കന്മാരെ കൂട്ടത്തിലുള്ള ഒരു വർമ്മ മക്കയിലേക്ക് യാത്ര തിരിച്ചത്, അഷ്റഫുൽ ഖൽക്കിനെ കാണുന്നത്, കലിമത്തു ഷഹാദ പ്രഖ്യാപിക്കുന്നത്. തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഈ മസ്കത്തിൻ്റെ ഭാഗം, സലാലയുടെ ഭാഗം എത്തിയപ്പോൾ അദ്ദേഹം മരിക്കുന്നു, അവിടെ കബറടക്കുന്നു, താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് താരീഖിൻ്റെ കിതാബുകളിലുള്ളത്. അല്ലാഹു അലം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിച്ചുള്ള ആൾ കേരളത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ അദ്ദേഹം കൊടുത്ത ഉറപ്പും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളും അടിസ്ഥാനത്തിൽ ആ യാത്രാ സംഘത്തിൻ്റെ ഒന്നിച്ചുള്ളവർ കേരളത്തിലെത്തുന്നു. അവരെയാണ് നാം മാലിക്കുദ്ദീനാർ എന്ന പേരിൽ നാം ചരിത്രത്തിൽ പറയുന്നത്. പക്ഷെ സഹീഹായ റിപ്പോർട്ടുകളൊന്നും നമുക്ക് ചിലപ്പം കാണാൻ കഴിഞ്ഞില്ല. താരീഖിൻ്റെ കിതാബുകളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അത് മുആദ് ബിൻ ജബൽ അള്ളാഹുവിൻ്റെ റസൂൽ യമനിലേക്ക് അയച്ചതുപോലെ, അതേപോലെ തന്നെ അബുസീനിയയിലേക്ക് സംഘത്തെ അയച്ചതുപോലെ, ഇതൊക്കെ സഹീഹായ റിപ്പോർട്ടിൽ വ്യക്തമായി കാണാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ആ രീതിയിലുള്ളൊരു സഹീഹായ റിപ്പോർട്ടൊന്നും ഇതിൻ്റെ പിറകിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാലും അന്ന് മാലിക്, അതാണ് പുറത്ത് നിൽക്കുന്നവർ ഇങ്ങോട്ട് കയറാതെന്തേ പുറത്ത് നിൽക്കുന്നു സ്കിച്ചോ പിന്നെ അവിടേക്ക് നിൽക്കുന്നു ഹൈദുള്ള പെണ്ണുങ്ങളെ മാതിരി ആയിരിക്കും. അവര് കൊടുങ്ങല്ലൂർ വരുന്നു. രാജാവ് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് അവർക്ക് സൗകര്യങ്ങൾ കൊട്ടാരത്തിൽ ചെയ്തു കൊടുക്കുന്നു, താമസിക്കാനുള്ള ഏർപ്പാട് കൊടുക്കുന്നു. ആ സംഘം 10-12 പേരടങ്ങുന്ന സംഘം ജീവിക്കുന്നു. ആ ജീവിതം കണ്ട് അന്ന് കൊടുങ്ങല്ലൂരുള്ള മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാർ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും അവരെ ശിഷ്യന്മാരായി ജീവിക്കുകയും ചെയ്യുന്നു. ഇവരും പിന്നീട് തൗഹീദിന്റെ ദായികളായിട്ട് നാട്ടിന്റെ നാനാഭാഗത്തേക്കും പോവുകയല്ല, അരാജ്യക്കാർ ആ രാജ്യത്തിന് ജീവിക്കുകയാണ്. അത്യാവശ്യമുള്ള കർമ്മങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നു, നിസ്കാരം, നോമ്പ് മുതലായ കാര്യങ്ങൾ. മറ്റവര് കൊടുങ്ങല്ലൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നു വടക്കോട്ട്, അങ്ങനെ മംഗലാപുരം വരെ എത്തുന്നു. വഴിയിൽ കണ്ടുമുട്ടിയ സ്ഥലങ്ങളെല്ലാം നമുക്ക് ചരിത്രത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. കേരളത്തിൽ അവരോരോരുത്തരും ചില സ്ഥലത്തെത്തുമ്പോൾ മരിക്കുന്നു, ആൾക്ക് അവരടക്കുന്നു, ചിലർ തിരിച്ചു പോകുന്നു. ഇതാണ് കൂട്ടരെ കേരളത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ പൂർവിക പാരമ്പര്യം എന്ന് പറയുന്നത്. തുടക്കം എന്നല്ല, അതൊരു നബിയോ റസൂലോ വന്നിട്ട് ദീനുൽ ഇസ്ലാം വന്നതല്ല കേരളത്തിൽ. തുടർന്ന് യമൻ ഭാഗത്ത് നിന്ന് സൂഫി ഷെയ്ഖുകൾ കച്ചവട സംഘത്തോടൊപ്പം വരുന്നു കേരളത്തിലേക്ക്. അങ്ങനത്തെ ഒരു സമ്പ്രദായം അവർക്കുണ്ട്. കച്ചവട സംഘത്തോടൊപ്പം സൂഫി ഷെയ്ഖുകളെയും കൂടി കൂട്ടും. അവർ ഉസ്താദിനെയും കൂട്ടിയിട്ട് യാത്ര ചെയ്യുന്ന പോലെ ഉംറക്കൊക്കെ പോകുമ്പോൾ പള്ളിയിൽ ഉസ്താദിനെയും കൂട്ടിയിട്ട് പോകുന്നില്ല, അതേപോലെ തന്നെ ഷെയ്ഖന്മാരെയും കൂടിയിട്ടാണ് അവർ കച്ചവട സംഘം വരിക. കച്ചവടത്തിൻ്റെ സമയം കഴിഞ്ഞ് പിന്നെയുള്ള സമയത്ത് ഇവർ ദീൻ പഠിപ്പിച്ചു കൊടുക്കും. ആ വന്ന സംഘം അഅ്മാലുകളിലാണ് താല്പര്യം കാണിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താണ് തൗഹീദ്? എന്താണ് തൗഹീദിൻ്റെ ഹുക്ം? എന്താണ് ഷഹാദത്ത്? എന്താണ് ഷഹാദത്തിൻ്റെ വകുപ്പ്? ആ തലമുറ ആ രീതിയിലല്ല ദീനുൽ ഇസ്ലാമിനെ പഠിച്ചു വരുന്നത്. ആ പാരമ്പര്യത്തിൽ വരുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്ത ഫിഖ്ഹിന്റെ മസ്അല അഅ്മാലുകളുടേതായിരുന്നു. മിക്കവാറും ഷാഫി മദ്ഹബനുസരിച്ചുള്ളവരായിരുന്നു അവർ. അതുകൊണ്ടാണ് കേരളത്തിൽ ഷാഫി മദ്ഹബ് പെരുകിയത്. കൂഫയിൽ നിന്ന് വരുന്ന സംഘം ഏത് വഴിക്കാണോ സഞ്ചരിച്ചത് അവിടെയെല്ലാം ഹനഫി മദ്ഹബും ഉണ്ടാവും. ഉദാഹരണത്തിന് റാവുത്തർമാർ, രവിപുത്രന്മാരിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് വന്നത് കൂഫയിൽ നിന്ന് വന്നൊരു സംഘമാണ്. അവർ ഹനഫികളാണ്. അവരെ അഅ്മാലുകൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ എല്ലാം ഹനഫികളാണ്. അത് വലിയ ചരിത്രമാണ്. നമ്മൾ വളരെ ഗൗരവമായിട്ട് ആഴങ്ങളിൽ കടന്നു ചെന്ന് ചിന്തിക്കുമ്പോഴാണ് വളരെ വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ രീതിയിൽ ആദർശത്തെ അള്ളാഹനെ അംഗീകരിക്കലാണെന്നും അനുഷ്ഠാനമാണ് ദീനെന്നും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് തുടർന്ന് പിന്നെ അങ്ങോട്ട് വരുന്നത്.
അതിനെ തിരുത്തുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. അതിപ്പോൾ എത്ര കൊല്ലമായി? 400 കൊല്ലത്തോളമായി. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂം വരുന്ന സന്ദർഭത്തിൽ ഒറിജിനൽ ദീനല്ല നാട്ടിലുള്ളതെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ സൈനുദ്ദീൻ മഖ്ദൂം ആ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ട് ജനങ്ങളോട് ദീൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കൊണ്ടോട്ടി ശൈഖന്മാര്, യമനി പാരമ്പര്യത്തിലുള്ള കൊണ്ടോട്ടി ശൈഖന്മാര് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെതിരായിട്ട് വഹാബിയത്ത് ആരോപിച്ചത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തൗഹീദ് പറയുന്നവർക്കെതിരിൽ ശത്രുക്കൾ പറയുന്നത് സിഹറാരോപണമാണ്. അത് സാഹിറാണ്, ഇത് സിഹറാണ്, അത് സിഹറാണ്. ഈ സംഭവം കാണിച്ചു സഹാബാക്കൾക്ക്. അന്നത്തെ ജനങ്ങൾ കണ്ടു, ഖുറൈശി പ്രമാണിമാർ കാണുന്നു ഇത് ചന്ദ്രൻ പിളരുന്നത്. ആ സമയത്ത് ജനങ്ങൾ എന്താണ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത്? ഓ മുഹമ്മദ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ആയത്തല്ല, ഇത് നിന്റെ ഏറ്റവും വലിയ സിഹറാണ്. ചന്ദ്രൻ പിളർന്നത് കണ്ടപ്പോൾ പറഞ്ഞെങ്ങനെയാണ്? ഇത് നിന്റെ ഏറ്റവും വലിയ സിഹറാണ്. ഇത് യാഥാർത്ഥ്യം തന്നെയാണോ എന്നറിയാൻ കച്ചവട സംഘങ്ങൾ വന്നു ചേർന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ രാത്രി ആകാശത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടിരുന്നോ? അപ്പൊ കച്ചവട സംഘം പറഞ്ഞു, കണ്ടിരുന്നു. ഇന്ന ദിവസം ഇന്ന സമയം ചന്ദ്രൻ പിളരുകയും പെട്ടെന്ന് ചേരുകയും ചെയ്ത് നമ്മൾ കണ്ടു. ശരിക്കും ഉണർവിലാണോ കണ്ടത്? അതെ, ഉണർവിലാണ് കണ്ടത്. അപ്പോഴും ഖുറൈശി പ്രമാണിമാർ പറഞ്ഞ എന്താണെന്നറിയുമോ? മുഹമ്മദിന് സ്വന്തം മുമ്പിലുള്ള ആളെ മാത്രമല്ല മായാജാലം കങ്കട്ടിൽ പറ്റിക്കാൻ പറ്റുന്നത്, പുറത്തുള്ള ആളെയും സിഹറിലൂടെ പറ്റിക്കാൻ മുഹമ്മദിന് കഴിയുമല്ലേ എന്ന്. ധിക്കാരാലോചിച്ചോക്കണം നിങ്ങൾ ഖുറൈശികളെ. ഇന്നത്തെ ഈ സമൂഹം, ആ ഖുറൈശി സമൂഹത്തിൻ്റെ ഇന്നത്തെ പാരമ്പര്യക്കാർ, ഇവിടുത്തെ ഷിയാക്കൾ, ജാറത്തിൻ്റെ ആൾക്കാർ എത്ര കൃത്യമായിട്ടാണ് ഖുർആനും ഹദീസും പറയുമ്പോൾ അന്ന് ഖുറൈശികൾ അഷ്റഫുൽ ഖൽക്കിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതുപോലെ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിട്ട് ഒഴിവാകുന്നത്. അന്ന് സിഹർ പറഞ്ഞിട്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങളെ അടിച്ചമർത്താൻ അവർ മെനക്കെട്ടത്. ഇന്ന് വഹാബിയത്ത് പറഞ്ഞിട്ടാണ്. അന്ന് അവർ ഉപയോഗിച്ച അത വാക്കാണ്. ഹക്കാണെന്ന് ആയത്തും ഹദീസും അനുസരിച്ച് കാര്യങ്ങൾ പ്രമാണമനുസരിച്ചാണ് ഒരാൾ പറയുന്നതെങ്കിൽ ഈ പുരോഹിതന്മാർ അനുയായികളോട് എന്താ അപ്പം പറയുക? അത് ആയത്തും ഖുർആനെല്ലാം ശരി തന്നെയാണ്, പക്ഷേ അയാൾ വഹാബിയാണ്, വഹാബിയത്താണ് അയാൾ പറയുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ സിഹർ എന്താണെന്ന് ഖുറൈശികൾക്കറിയാം, വഹാബിയത്ത് എന്താണെന്ന് കേരളക്കാർക്കും അറിയാം. ഖുറൈശികൾക്ക് സിഹർ എന്താണെന്ന് അറിയുന്നത് പോലെ ഇവിടുത്തെ ഷീഈ മതക്കാർക്ക്, അഥവാ ജാറത്തിൻ്റെ മതക്കാർക്ക്, ലാ ഇലാഹ ഇല്ലല്ലയെ ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കിയവർ, മുഹമ്മദുർ റസൂലുള്ളയെ തരീഖത്തുകളെ കൊണ്ട് ബാത്തിലാക്കിയവർ, അതൊരു പ്രത്യേക മതക്കാരാണ്. അന്ന് ഖുറൈശികളും നേരെ ചൊവ്വേ നിസ്കരിക്കുമായിരുന്നു. ഇന്ന് ഷിയാക്കളും കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. അന്ന് ഖുറൈശികൾ സക്കാത്തും നോമ്പ് നോക്കുന്നവരാണ്. ഇന്നും ഷിയാക്കൾ നോമ്പ് നോക്കുന്നവരാണ്. അന്ന് അബൂജഹലടക്കമുള്ളവർ ഹജ്ജ് ചെയ്യുന്നവരാണ്. ഇന്നും ഷിയാക്കൾ ഹജ്ജ് ചെയ്യുന്നവരാണ്. അന്ന് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരാണ് ഖുറൈശികൾ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ടാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിളവെടുക്കുന്ന സന്ദർഭത്തിൽ മൃഗങ്ങളിൽ നിന്നും അവരുടെ തോട്ടങ്ങളിൽ നിന്നും കിട്ടുന്ന വിളവുകൾ അത് കൃത്യമായി ഓഹരി വെച്ച് കണക്ക് നോക്കി അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാറ്റി വെക്കുമവർ, ശൈഖന്മാർക്കുള്ളത് ശുറക്കായികൾക്ക്, വഹാദാലി ശുറക്കായിന, വഹാദാലില്ല വഹാദാലി ശുറക്കായിന, ഇതല്ല അള്ളാഹ്ക്കുള്ളത്, ഇത് ഔലിയാക്കന്മാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റി വെക്കുമായിരുന്നു ഖുറൈശികൾ. ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ അൻആമില്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു, മാ കാന ലില്ലാഹി, അള്ളാഹ്ക്കുള്ളത് ചിലപ്പോൾ ഔലിയാക്കന്മാരിലേക്ക് പോയി എന്ന് വരും. ഔലിയാക്കന്മാർക്ക് വെച്ചത് ഒരു കാരണവശാലും അള്ളാഹ്ക്ക് മാറ്റുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത്രമാത്രം തീരുമാനം മോശമായവരാണ് അവർ എന്ന്. ഇതൊക്കെ അവരും ചെയ്യുന്നവരാണ്, ഇവരും ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവർക്ക് അത് പറ്റൂല, അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീ മുഹമ്മദ് സാഹിറാണ് എന്ന് പറഞ്ഞു. ഇന്ന് പണ്ഡിതന്മാർ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അള്ളാഹുവിനെ മാത്രമേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വഹാബികളാണ് എന്ന്. അന്ന് ഖുറൈശികൾ അഷ്റഫുൽ ഖൽക്കിനെതിരെ ആരോപിച്ചത് സിഹ്റാൻ. ഇന്ന് ആ അബൂജഹലിന്റെ, ആ ഖുറൈശി സമൂഹത്തിന്റെ പിൻഗാമികൾ മുവഹിദീങ്ങൾക്ക് ഇതിൽ ആരോപിക്കുന്നത് വഹാബിയത്താണ്. ഇത് തിരിച്ചറിയാൻ കേരളക്കാർ തയ്യാറാകണമെന്നാണ് നാം പറയുന്നത്. കൊണ്ടോട്ടി ശൈഖന്മാർ സൈനുദ്ദീൻ മഖ്ദൂമിനെ ആരോപിച്ചത് ഇന്ന് ഈ കാണുന്ന ആരോപണം പോലെ തന്നെയാണ്. കൊണ്ടോട്ടി ശൈഖന്മാർ സൈനുദ്ദീൻ മഖ്ദൂമിനെ വഹാബിയാക്കി. കാരണം അള്ളാഹു മാത്രം എന്ന് പറയുന്നവർ വഹാബികളും, അള്ളാഹുവിനോടൊപ്പം മറ്റു പലരും ആവാം എന്ന് പറയുന്നവർ സുന്നികളും എന്ന പ്രയോഗമാണ് ഇവിടെ. ആ സുന്നികളെയാണ് ഞാൻ ഷിയാക്കൾ എന്ന് പറയുന്നത്. സുന്നി എന്ന് പറയാൻ പറ്റുകയില്ല. സുന്നി എന്ന് പറഞ്ഞാൽ എന്താ?
മാന അലൈഹി വസ്ഹാബി. സലഫി മദ്ഹബുകാർക്കാണ് സുന്നികളെന്ന് പറയുന്നത്. സലഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ മാന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു കാര്യത്തിലാണോ ആ കാര്യത്തിലുള്ളവർ, അതാണ് ആ ഒരു സംഘം. ആ സംഘത്തെ പറ്റിയാണ് നാം ഈ പറഞ്ഞത്. അത് കുറേ കാലമൊന്നും ആയിട്ടില്ലല്ലോ കൂട്ടരെ, 300-400 കൊല്ലലേ ആയിട്ടുള്ളൂ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിൽ വന്നിട്ട് താമസിക്കാൻ തുടങ്ങിയത്. പൊന്നാനിയിൽ വന്നിട്ട് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലെ മിമ്പറിൽ നിന്ന് ഖബറിനെതിരായിട്ട് സംസാരിക്കേണ്ടി വന്നതിൽ അന്നത്തെ കേരളത്തിലെ പാരമ്പര്യം അതാണെന്നല്ലേ മനസ്സിലാകുന്നത്. ഇവിടുത്തെ മറ്റു മതക്കാരെ പറ്റിയൊന്നല്ലല്ലോ സൈനുദ്ദീൻ മഖ്ദൂം പ്രസംഗിച്ചത്. സൈനുദ്ദീൻ മഖ്ദൂം മിമ്പറിൽ നിന്ന് ഖുതുബയിൽ പ്രസംഗിച്ചത് എന്താണ്? ആർക്കെതിരിലാണ്? ഇവിടുത്തെ വേറെ മതക്കാർക്കെതിരിലാണോ? ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്കെതിരല്ലേ? അതാ ഖുറൈശികൾ അനുയായികൾക്കെതിരിലല്ലേ? ഖബറിനെതിരായിട്ടല്ലേ പ്രസംഗിച്ചത്? പൊളിക്കണമെന്ന് തന്നെയല്ലേ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത്? അപ്പോഴല്ലേ ഖബറുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടോട്ട് ശേഖന്മാർ അവർക്കെതിരായിട്ട് പ്രവർത്തിച്ചത്, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ നാക്കടക്കിയത്. കാരണം കൊണ്ടോട്ട് ശേഖന്മാർക്കാണ് ഭൂരിപക്ഷം, തിണ്ണബലം. ആ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാകുന്ന ന്യൂനപക്ഷത്തെ ഒതുക്കാൻ മെനക്കെട്ടത്. അദ്ദേഹം കിതാബ് എഴുതി, കിതാബിൽ വളരെ കൃത്യമായിട്ട് എഴുതി, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും ഒരു കാരണവശാലും ഖബർ ഉയർത്താൻ പറ്റുകയില്ല, പൊതു സംസ്ഥാനത്തിലാണെങ്കിൽ അത് കൊടിയ ഹറാമാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം എഴുതി. അക്കിതാബാണ് ഇന്നും ഷിയാക്കൾ ദർസിൽ നിന്ന് ഫത്വൽ മുഈൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. മേലെ ദർസ് ഉസ്താദ് ഓതി കൊടുക്കും, യുഫാറഖുൽ ഇമാമു അഖിബ സലാമിഹി, സലാം വീട്ടിയ ഉടനെ തന്നെ ഇമാം എഴുന്നേറ്റ് പോകണം. ഇല്ലം യക്കുൻ സമ്മ നിസാഉൻ, അവിടെ പെണ്ണുങ്ങളില്ലെങ്കിൽ എന്ന്. അപ്പോൾ രണ്ട് കാര്യമായി. ഒന്ന്, ഇമാം എഴുന്നേറ്റ് പോവുകയാണ് വേണ്ടത്, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരാമെന്നുമായി. ഫത്ഹുൽ ഭറത്താണ്. താഴെ വന്നിട്ട് നിസ്കാരത്തിന് ശേഷം അതേ മുദരിസ് ഇമാമായിട്ട് ഇങ്ങനെ നീട്ടി ദ്വാരക്കുമ്പോൾ മുത്താലിമികൾ, ഉസ്താദെ നമ്മളിപ്പോൾ മേലെ നിന്ന് ഓതിയത് ഇമാം എഴുന്നേറ്റ് പോകണമെന്നല്ലേ? എടാ ചെയ്യുന്നത് നോക്കിയാൽ മതി, പഠിക്കുന്നത് കിതാബ് ഓതാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതിയോ? ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ മെനക്കണ്ട, ഉസ്താദ് ചെയ്യുന്ന പോലെ ഇങ്ങ് ചെയ്താൽ മതി. അപ്പോൾ കിതാബോ അത് ഓതി പഠിക്കാനുള്ളതാണ്, ഓതി പഠിച്ചോളണം. ഇതല്ലേ കേരളത്തിൻ്റെ പാരമ്പര്യം? നിങ്ങൾ ഏത് പാരമ്പര്യമാണ് ഈ പറയുന്നത്? നമുക്കതാ മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത്, മഹല്ല് ജമാഅത്തുകൾ ചുരുങ്ങിയ പക്ഷം ഷാഫി മദ്ഹബ് വൽക്കരിക്കണം, ഷീഈ മദ്ഹബിൽ നിന്ന് ഷാഫി മദ്ഹബിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ സമസ്ത എന്ന് പറയുന്ന ഷീഈ സമൂഹത്തിൻ്റെ ആധിപത്യം മഹല്ല് ജമാഅത്തിൽ ഉണ്ടാകാൻ പാടില്ല. മഹല്ല് ജമാഅത്തിൻ്റെ ഭരണഘടനയിലുള്ളത് 4 മദ്ഹബ് അനുസരിച്ചാണ് ഈ ജമാഅത്ത് നടക്കേണ്ടത് എന്നാണ്. നിങ്ങൾ ഏത് മഹല്ലെടുത്ത് നോക്കി, ആ മഹല്ലിൻ്റെ ഭരണഘടനയിൽ 4 മദ്ഹബ്, അതിൽ സമസ്ത മദ്ഹബില്ലല്ലോ. ഈ 4 മദ്ഹബിൽ ഷാഫി മദ്ഹബ് അനുസരിച്ചാണെന്നാണ് പ്രത്യേകം ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് ജമാഅത്ത് കമ്മിറ്റിൻ്റെ. ആ ജമാഅത്ത് കമ്മിറ്റിൻ്റെ ഷാഫി മദ്ഹബിൽ സമസ്ത മദ്ഹബ് കടന്നുകൂടിയത് എപ്പോഴാണ്? അത് തിരുത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. ഷാഫി മദ്ഹബിൽ കുഴപ്പമില്ല, സമസ്ത മദ്ഹബിലാണ് കുഴപ്പം. ഷാഫി മദ്ഹബനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഷാഫി മദ്ഹബനുസരിച്ച് മഹല്ല് ജമാഅത്ത് മുന്നോട്ട് പോട്ടെ, സലഫികൾക്ക് അംഗീകരിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇന്ന് മഹല്ലുകളിൽ നടക്കുന്ന ജോലികളിൽ മഹാഭൂരിപക്ഷവും സലഫി സമസ്ത മദ്ഹബ് അനുസരിച്ചാണ്, ഷാഫി മദ്ഹബ് അനുസരിച്ചല്ല. നിസ്കാരത്തിന് ശേഷം ഇമാമ് കൂട്ടമായി ദുആ ചെയ്ത് ബാക്കിയുള്ള ആൾ ആമീൻ പറയുന്നത് സമസ്ത മദ്ഹബാണ്, ഷാഫി മദ്ഹബല്ല. അതേപോലെ തന്നെ പള്ളിയോട് അറ്റാച്ച് ചെയ്തിട്ട് കബറുകൾ കെട്ടിപ്പൊക്കി അലങ്കരിക്കുന്നത് സമസ്ത മദ്ഹബാണ്, ഷാഫി മദ്ഹബല്ല. ഷാഫി മദ്ഹബിൽ അങ്ങനെ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കണമെന്നാണ് ഷാഫി മദ്ഹബ്. അപ്പോൾ ചുരുങ്ങിയ പക്ഷം നമ്മുടെ നാട്ടിലെ മഹല്ല് ജമാഅത്തുകൾ ഷാഫി മദ്ഹബ് അനുസരിച്ചെങ്കിലും കാര്യങ്ങൾ നടത്തി. പള്ളികൾ നടക്കുന്ന റാത്തീബ്, ഖുതുബിയത്ത്, മൗലൂദ്, അതേപോലെ തന്നെ ദിക്ർ ഹൽക്ക, സലാത്ത് ഹൽക്ക, ഇതൊന്നും ഷാഫി മദ്ഹബല്ല, ഇതെല്ലാം സമസ്ത മദ്ഹബാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സമൂഹത്തിന് കൈമാറാൻ സ്വീകരിച്ച രീതി ഒന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലാക്കിക്കൊണ്ട്, രണ്ടാമത്തത് അസ്വഹാബ് റസൂലില്ല, ആ മുഹമ്മദ് റസൂലുള്ളാഹിനെ നേർക്ക് നേരെ കണ്ടിട്ട് അമൽ ചെയ്ത് പഠിച്ചവർ, അവരാണ് ഈ സമൂഹത്തിന്റെ വരും തലമുറകൾക്ക് ദീൻ എത്തിച്ചു കൊടുത്തവർ. മൂന്നാമത്തത് അയിമത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് അല്ലാഹു തആല സെലക്ട് ചെയ്ത ഇമാമീങ്ങൾ, ആലിമീങ്ങൾ, ഇമാം അബൂ ഹനീഫയെ പോലെ, ഇമാം ഷാഫിയെ പോലെ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ, ഇമാം മാലിക് ബിൻ അനസിനെ പോലെ, ഇമാം ഔസാഇയെ പോലെ, ഇമാം നഖഇയെ പോലെ, ഇബ്രാഹിം അൻ-നഖഇയെ പോലെ, നൂറുകണക്കിന് ഇമാമികൾ.
4 മദ്ഹബല്ലല്ലോ ഉണ്ടായിരുന്നത്, 100 കണക്കിന് മദ്ഹബുകൾ ഉണ്ടായിട്ടില്ലേ? അതിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഈ 4 മദ്ഹബിനെ അംഗീകരിച്ചു എന്താണല്ലോ. അതുകൊണ്ട് മറ്റുള്ള മദ്ഹബ് ബാത്തില എന്ന് പറയാൻ പറ്റുമോ? 100 കണക്കിന് മദ്ഹബുകൾ ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇമാമിങ്ങളെയാണ് തലമുറകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയത്. ഇമാമിങ്ങൾക്ക് ശേഷം പിന്നെ നാം കാണുന്നത് ആരെയാണ്? മുഹദ്ദിസുകളാണ്. ഇമാമിങ്ങൾക്ക് ശേഷം പിന്നെ നാം കാണുന്നത് മുഹദ്ദിസുകളെയാണ്. ഇമാം ബുഖാരിയെ പോലെ, ഇമാം മുസ്ലിമിനെ പോലെ, ഇമാം അബൂദാവൂദിനെ പോലെ, ഇമാം നസായിയെ പോലെ, ഇമാം ഇബ്നു മാജഹിനെ പോലെ, ഇമാം തുർമുദിയെ പോലെ ഇമാമിങ്ങൾക്ക് ശേഷം അവരാണ് ദീനുൽ ഇസ്ലാമിന്റെ തലമുറകൾക്ക് കൈമാറിയത് അല്ലേ? പിന്നെ നാം കാണുന്നത് മുഫസ്സിറുകളെയാണ്. അല്ലാഹു തആല ദീൻ തലമുറകൾക്ക് കൈമാറുന്നതിന് തെരഞ്ഞെടുത്ത തസ്തിക മുഫസ്സിറുകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതൽ ഇന്ന് വരെ ആയിരക്കണക്കിന് മുഫസ്സിറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്താണെന്നും ഏതാണെന്നും പഠിപ്പിച്ചു തരാൻ. പിന്നെ നാം കാണുന്നത് മുജദ്ദിദുകളെയാണ്. മുജദ്ദിദുകൾ തലമുറകൾക്ക് ദീൻ നിലനിർത്തിക്കൊണ്ടുപോകാനും നിലവിലുള്ള സമൂഹത്തിന് തർബിയത്ത് കൊടുക്കാൻ മുജദ്ദിദുകൾ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാനെ പോലെ നാം മനസ്സിലാക്കിയെടുത്തോളം ഒന്നാമത്തെ മുജദ്ദിദ്. 5-ാം നൂറ്റാണ്ടിൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലെ, 8-ാം നൂറ്റാണ്ടിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെ, 12-ാം നൂറ്റാണ്ടിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാനെ പോലെ ഇവരൊക്കെയാണ് മുജദ്ദിദുകൾ. ഞാൻ സിമ്പിളായിട്ടൊന്ന് ചോദിക്കട്ടെ, ഈ പറയപ്പെട്ട 5-6 തസ്തികകളിൽ ഒന്നാമത്തെ തസ്തികയായ റസൂലുള്ള, രണ്ടാമത്തെ തസ്തികയായ അസ്ഹാബ് റസൂലില്ല. അത് പിന്നെ ഒരിക്കലും ഇനി ഉണ്ടാവില്ല. മുഹമ്മദുർ റസൂലിലേക്ക് പകരം ഒരു റസൂൽ, അസ്ഹാബ് റസൂലിലേക്ക് പകരം വേറൊരു സഹാബി ഇനി ഉണ്ടാകുന്ന പ്രശ്നമില്ല. ബാക്കിയുള്ള ഇമാമിങ്ങൾ, മൂന്നാമത്തെ തസ്തിക ഇമാമിങ്ങളാണ്. മൂന്നാമത്തെ തസ്തിക ഇമാമിങ്ങളാണ്. ഒന്നാമത്തെ ഇമാം കൂഫക്കാരനാണ്, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി. ഒന്നാമത്തെ ഇമാം 6ഓളം സഹാബാക്കളെ കണ്ടിട്ടുണ്ട്, 6ഓളം താബീങ്ങളെ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. 6ഓളം സഹാബാക്കളെ കണ്ടിട്ടുണ്ട് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. ഞാൻ ചോദിക്കുന്നത് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ. 1400 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് കേരളത്തിൽ ഇസ്ലാമിന്. കേരളത്തിൽ ഇസ്ലാം വന്നതിന് ശേഷമാണ് കൂഫയിൽ ഇസ്ലാം വന്നത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ് കൂഫയിൽ, ഇറാഖിൽ ഇസ്ലാം എത്തുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തെ തുടങ്ങി വെച്ചത്, അഷ്റഫുൽ ഹക്കിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. എന്നാൽ കേരളത്തിൽ ചരിത്രം പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലാണ് ദീനുൽ ഇസ്ലാം വന്നത്. ഏതാണ്ട് 1450 കൊല്ലത്തോളമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട്. ഈ 1450 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ ഇമാം അബൂ ഹനീഫക്ക് തുല്യമായി ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ നിന്ന് അല്ലാഹു തആല സെലക്ട് ചെയ്തോ? എന്താ കേരളത്തിനേക്കാൾ വലിയ പ്രത്യേകത കൂഫക്ക്? കൂഫയുടെ മണ്ണിന് കേരളത്തേക്കാൾ വലിയ പ്രത്യേകത എന്താ? ആ പുറനാട്ടുകാരനായ മക്കക്കാർക്കും മദീനക്കാർക്കും ആദ്യകാലം പരിചയമില്ലാത്ത കൂഫയിൽ നിന്ന് ഇമാം അബൂ ഹനീഫാനെ അല്ലാഹു തആല സെലക്ട് ചെയ്ത് ഇമാമായിട്ട്. ആ യോഗ്യത അല്ലാഹു കൊടുത്ത യോഗ്യത, ആ ഇൽമ അല്ലാഹു കൊടുത്ത ഇൽമ. ഇന്നും ആ ഇമാം അബൂ ഹനീഫാന്റെ ഇൽമ നാം ജീവിതത്തിൽ പകർത്താൻ മെനക്കെടുന്നു. തത്തുല്യമായിട്ട് ഒരാളെ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അല്ലാഹു തആല കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തില്ല? ഈ 1400 കൊല്ലത്തിന്റെ ചരിത്രത്തിനിടയിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അതിന് യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ, കാരണം ശീയത്തിന്റെ ജീർണതയിലാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ വളർന്നു വരുന്നത്. കൊണ്ടോട്ടി തങ്ങന്മാർ അങ്ങനെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആ സൗഭാഗ്യം കേരളത്തിന് തന്നിട്ടില്ല. അത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്ക് മംഗലാപുരം തൊട്ട് കന്യാകുമാരി വരെ യാത്ര ചെയ്യുമ്പോൾ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള ഭയങ്കരമായ പള്ളികൾ കാണാം, ഭയങ്കരമായ മഹല്ലുകൾ കാണാം, സംവിധാനങ്ങൾ കാണാം, അറബി കോളേജുകൾ കാണാം, യത്തീംഖാനകൾ കാണാം, മിസ്കിൻഖാനകൾ കാണാം. കൂട്ടരെ, ഈ കാര്യങ്ങളൊന്നും തന്നെ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന അഡ്രസ് അല്ല. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന അഡ്രസ് തൗഹീദും സുന്നത്തുമാണ്.
രണ്ടാമത്തെ ഇമാം ഇദ്രീസു ഷാഫി റഹിമഹുല്ല ഹിജാസുകാരനാണ്. ഹിജാസിൽ നിന്നാണ് ഇമാം ഷാഫി അല്ലാഹു തആല സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് തത്തുല്യമായിട്ടൊരാളെ അള്ളാഹു സെലക്ട് ചെയ്തില്ല? മൂന്നാമത്തെ ആള് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാൻ, പേർഷ്യക്കാരനാണ്. എന്തുകൊണ്ട് അല്ലാഹു തആല തത്തുല്യമായിട്ടൊരാളെ കേരളത്തിൽ നിന്ന് തന്നില്ല? ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല മദീനക്കാരനാണ്. എന്തേ കേരളത്തിന് അങ്ങനത്തെ ഒരാളെ തന്നില്ല അല്ലാ ചരിത്രത്തിൽ? ഇനി മുഫസ്സിരീങ്ങളെ കാര്യം എടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതൽ ഇങ്ങോട്ട് നമുക്ക് പരിചയമുള്ള പൂർവികരും പിൻഗാമികളുമായ മുഫസ്സിരീങ്ങളെ മുഴുവനും എടുക്കും. ഏതെങ്കിലും ഒരു മുഫസ്സിർ അല്ലാഹു തആല കേരളത്തിൽ ആയിരക്കണക്കിന് മുഫസ്സിറുകളില്ലേ ലോകത്ത് മൊത്തത്തിൽ? നമുക്ക് കേട്ടിട്ടില്ലേ? ഇമാം ഖുർത്തുബിയെ പോലെ, ഇമാം ഇബ്നു കസീറിനെ പോലെ, ഇമാം സഅദിയെ പോലെ, അങ്ങനെ എത്ര 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 മുഫസ്സിറുകൾ. ഒരാളെയെങ്കിലും അല്ലാഹു തആല കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തോ? ഇനി മുജദ്ദിദുകളെ കാര്യം എടുക്കും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല ഇറാഖുകാരനാണ്, കൂഫക്കാരനാണ്. അത് കഴിഞ്ഞിട്ട് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇറാഖുകാരനാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ല സിറിയക്കാരനാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല സൗദിയാണ്. ചരിത്രത്തിൽ എന്തേ അത്തരത്തിൽ തൗഹീദും സുന്നത്തും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധനത്തിലെ തജ്ദീദ്, അങ്ങനെ ഒരു മുജദ്ദിദ് കേരളത്തിനുണ്ടായില്ലല്ലോ. ഉണ്ടെങ്കിൽ പറഞ്ഞതാ. തത്തുല്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആ മുസ്ലിയാരുണ്ട്, ഇവിടെ ഈ മുസ്ലിയാരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. നല്ല തഖ്വയുള്ള, നല്ല തൗഹീദുള്ള, നല്ല സുന്നത്തുള്ള ഉലമാക്കളുടെ രാജ്യമാണ് കേരളം. അതിൽ യാതൊരു സംശയമില്ല. 100% ജഹാലത്തിന്റെ നാടാണ് കേരളം എന്നല്ല ഈ പറഞ്ഞ വാക്കിന്റെ മയന. കേരളത്തിന്റെ പൊതു അവസ്ഥ ശീഈയത്താണ്. ഇത് നാം അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. ആ പാരമ്പര്യം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് നാം ചരിത്രവുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കേണ്ടത്? പൂർവിക പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഫത്രത്തിന്റെ കാലം എന്നതുകൊണ്ട് നബിയും ഇല്ല, റസൂലും ഇല്ല, പണ്ഡിതന്മാരും ഇല്ല, ദീനും ഇല്ല, ഇസ്ലാമും ഇല്ല, ഒന്നും ഇല്ലാത്ത കാലഘട്ടം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് പ്രവാചകന്മാരുടെ കാലം കഴിയുമ്പോൾ ഇടക്കുണ്ടാകുന്ന ഗ്യാപ്പിൽ പുരോഹിതന്മാരും ഭരണാധികാരികളും ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളായ മുസ്ലിമീങ്ങളെ ദുരുപയോഗപ്പെടുത്തിയ കാലഘട്ടം. നമ്മളെ അഷ്റഫുൽ ഖൽക്കിന്റെ കാലഘട്ടം അടിക്കും. റസൂലുള്ളാഹി തങ്ങൾ നബിയായിട്ട് വന്ന് ഫത്രത്തിന്റെ കാലം എന്ന് പറയാറില്ലേ? ആളുമന്ദരില്ലാത്ത കാലം എന്നാ നാടൻ മലയാളത്തിന് അതിനർത്ഥം വെക്കുക. എന്തായിരുന്നു ഖുറൈശി സമൂഹത്തിന്റെ ഫത്രത്ത്? ഒന്നും പരിചയമില്ല, ഗ്രന്ഥങ്ങൾ പരിചയമില്ല, പ്രവാചകന്മാരെ പരിചയമില്ല, പൂർവികന്മാരെ പരിചയമില്ല, ഇസ്ലാം എന്താണെന്നറിയില്ല, അള്ളാഹ് എന്താണെന്നറിയില്ല, റബ്ബ് എന്താണെന്നറിയില്ല, കഅബ എന്താണെന്നറിയില്ല, മസ്ജിദുൽ ഹറാം എന്നറിയില്ല. വെറും കള്ളെന്താണ്, പലിശ എന്താണ്, പെണ്ണെന്താണ്, ചൂതാട്ടം എന്താണ്, ഇതേ അറിയുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം. അത് യൂറോപ്പിനിട്ട പേരല്ലേ ഡാർക്ക് ഏജ് എന്ന്. ഇസ്ലാമിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഏജ് അറബികളെ അങ്ങനെ ആക്കി തീർത്തതല്ലേ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം. ചരിത്രത്തെ വിഭജിച്ചില്ലേ ചരിത്രകാരന്മാർ, ഹിസ്റ്ററിക്കാര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് സുന്ദരമായ പേരിട്ട് കൊടുത്തു, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരം. എന്താണ് നല്ല സംസ്കാരം. തുടർന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ചരിത്രകാരൻ പേരിട്ടു നൈൽ നദീ അല്ല, അതെ പിന്നെ ബാബിലോണിയൻ സംസ്കാരം. കേട്ടിട്ടില്ലേ? നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ലേ ബാബിലോണിയൻ സംസ്കാരത്തെ പറ്റിയൊക്കെ? നല്ല പേര്, ബാബിലോണിന്റെ സംസ്കാരം. ഒരു മഹത്തായ സംസ്കാരമായിട്ടാണ് മോഡേൺ ഹിസ്റ്ററിക്കാരൻ പഠിപ്പിക്കുന്നത് സ്കൂളിലൊക്കെ. ഇബ്രാഹിം നബിന്റെ കാലമാണത്. ഇബ്രാഹിം നബിനെ പറഞ്ഞുകൂടാ, മറ്റേത് നൂഹ് നബിനെയും പറഞ്ഞുകൂടാ. നൂഹ് നബിനെയും ഇബ്രാഹിം നബിനെയും പറയുമ്പോൾ ഇസ്ലാമിന്റെ അഡ്രസ്സ് കിട്ടിപ്പോകും. അവിടെ നൂഹ് നബിനെ മറച്ചു വെച്ചിട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീയുടെ സംസ്കാരം എന്നാക്കി മാറ്റി. ഇബ്രാഹിം നബിനെ മറച്ചു വെച്ചിട്ട് ബാബിലോണിയൻ സംസ്കാരം എന്നാക്കി മാറ്റി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാടാണ് ബാബിലോൺ. ബാബിലോണിലെ ഊർ പട്ടണത്തിലാണ് ഇബ്രാഹിം നബിന്റെ ഉമ്മ ഇബ്രാഹിം നബിനെ പ്രസവിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് നൈൽ നദീതട സംസ്കാരം. അയ്യടാ, മോഡേൺ ഹിസ്റ്ററിക്കാരൻ നൈൽ നദീതട സംസ്കാരം എന്ന് പറഞ്ഞിട്ട് നൈലിന്റെ തീരത്ത് നടന്ന സംസ്കൃതിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക്. പക്ഷേ മൂസ നബിയെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു. എന്തിനാണെന്നറിയോ? ഇസ്ലാമിനെ പുറം ലോകം അറിയാൻ പാടില്ല. ഇതാണ് ഹിസ്റ്ററിക്കാരൻ്റെ വകുപ്പ്. മോഡേൺ ഹിസ്റ്ററിക്കാരൻ്റെ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ്റെയും ഇസ്ലാം പാർട്ടിക്കാരൻ്റെയും. അത് കഴിഞ്ഞിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ഗ്രീക്ക് സംസ്കാരം എന്ന് പേരിട്ടു. ഇല്ലേ, കേട്ടിട്ടില്ലേ? ഗ്രീക്ക് സംസ്കാരം സുന്ദരമായൊരു സംസ്കാരമായിട്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ കാണുന്നത്. അതേസമയത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സംസ്കാരം, തങ്ങളുടെ കാലഘട്ടത്തെ പറ്റി വിശദീകരിച്ചപ്പോൾ അതിന് ഡാർക്ക് ഏജ്, ഇരുണ്ട കാലഘട്ടം എന്ന് പേരിട്ടു. ആരോ വകയായിരുന്നു അത്? എന്തിനായിരുന്നു അങ്ങനെ ഒരു പേര്? ശരിയാണ്, ഇസ്ലാമിന്റെ ശത്രുക്കൾ മനഃപൂർവ്വം ചെയ്തതാണ്. എന്തിനെന്നറിയുമോ? ദീനുൽ ഇസ്ലാം വന്നത് ഇരുണ്ട യുഗത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ. മുഹമ്മദ് മുസ്തഫ അല്ല, ഒരിക്കലുമല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ കൃത്യമായി ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് അഷ്റഫുൽ ഖൽഖ് നബിയും റസൂലുമായിട്ട് വരുന്നത്. പക്ഷെ ദീനുൽ ഇസ്ലാമിന്റെ ഒറിജിനൽ ഇല്ലാതെ വന്നപ്പോൾ അല്ലാഹു തആല അവരെ മുസ്ലിം എന്ന് വിളിച്ചില്ല, മുശ്രിക് എന്ന് വിളിച്ചു, കാഫിർ എന്ന് വിളിച്ചു അവരെ, ഖുറൈശികളെ. ഇസ്ലാം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണോ അവരെ കാഫിർ എന്ന് വിളിച്ചത്? ദീനുൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അവർ മുശ്രിക് എന്ന് വിളിച്ചത്? അവര് പൂർവികമായ ഏതെങ്കിലും മതക്കാരായിരുന്നോ മക്കത്തുള്ള ഖുറൈശികൾ? രണ്ട് ഖുറൈശികൾ റസൂലുള്ളാഹി തങ്ങൾക്കെതിരായിട്ട് സാഹിർ എന്ന് പറയും പോലെ ഇന്ന് അഷ്റഫുൽ ഖൽക്കിന്റെ ആൾക്കാരെ വഹാബി എന്ന് പറഞ്ഞ് സാധാരണക്കാരനെ വഞ്ചിക്കുകയാണ് ഈ പണ്ഡിത സമൂഹം എന്ന് നാം തിരിച്ചറിയണം. അതാണ് നാം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ രീതിയിലുള്ളൊരു വിപ്ലവം മഹല്ലടിസ്ഥാനത്തിൽ വരേണ്ടതുണ്ട്. ഈ വഖഫ് പ്രശ്നം, അതേപോലെയുള്ള പ്രശ്നങ്ങൾ, ഭരണഘടനയിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ മഹല്ല് ജമാഅത്തിന്റെ ഇടയിൽ അത് ചർച്ചയ്ക്ക് വരണം. എന്താണ് വഖഫ്? ആർക്ക് വേണ്ടി ചെയ്തതിനാണ് വഖഫ് എന്ന് പറയുന്നത്? നാട്ടിലെ ജാറത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു 10 ഏക്കർ സ്ഥലം പണ്ടേതോ ആജ്യാർ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വഖഫ് എന്ന് പറയുമോ? ആ വഖഫ് സഹിഹായ വഖഫാണോ? ഒരാള് അയാളെ സ്വന്തം മിൽക്കിലുള്ള സാധനം അള്ളാഹ്ക്ക്, അതിന്റെ മിൽക്ക് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ പേരല്ലേ വഖഫ്? വഖഫ് അള്ളാഹ്ക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. വഖഫ് ഒരു ഇബാദത്തല്ലേ, അത് അള്ളാഹ്ക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അത് നാട്ടിലെ ജാറത്തിന് വേണ്ടി ചെയ്ത വഖഫാണെങ്കിൽ വഖഫ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സോറി, ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ യൂട്യൂബുകാർക്ക് ജോലിയായി കൊടുക്കുന്നില്ല. എങ്ങനെ? ഇപ്പോഴും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. എന്തെന്നറിയുമോ? പണ്ട് പറഞ്ഞ അതേ വാക്ക്, അഫറസുൻ തഹ്ത റിജ്ലിക അം ഹിമാറു. പൊടിപടലങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങിയാൽ കഴുതയും കുതിരയും നിങ്ങൾക്ക് തിരിച്ചറിയും എന്ന് പണ്ടൊരു അറബി പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നു, പൊടിപടലങ്ങളൊക്കെ അടങ്ങും, അപ്പോൾ നിങ്ങൾക്ക് തിരിയും കഴുതയാണോ കുതിരയാണോ കാൽച്ചുവട്ടിലെന്ന്. ഫസൗഫ തറാ ഇദൻ കശഫൽ ഗുബാറു അഫറസുൻ തഹ്ത റിജ്ലിക അം ഹിമാറു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരും ഉറക്കം കെടുത്തുന്നില്ല. ഇനി സംഘടനകളുടെ ഷീഈ സംഘടനകൾ ചൊയ്ലിയുടെ കാഫിറാക്കൽ എന്ന് പറഞ്ഞിട്ട് സമ്മേളനമൊന്നും വിളിക്കാനാക്കണ്ട, ഇനി ചൊയ്ലിയുടെ ജാറം എന്ന് പറഞ്ഞിട്ട് സമ്മേളനം വിളിക്കാനാക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ജോലി തരുന്നില്ല. നിങ്ങളെ ജോലിന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഇവിടുത്തെ ഷീഈ സംഘടനകൾക്ക് തന്നെ തല നിറച്ചും ജോലിയായിപ്പോൾ അള്ളാഹു തആല അവരെ തല ജോലി കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പിന്നെ ഞാനും കൂടി ഒരു വിഷയം ഇട്ടിട്ട് ജോലിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേണം ഒരുപാട് കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് കുറച്ച് നാള് അഷ്റഫുൽ ഖൽക്കിന്റെ ഓരത്ത് താമസിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അള്ളാഹുവിൻ്റെ ഭവനം ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക, ഹബീബിൻ്റെ നാട്ടിൽ കുറച്ച് ദിവസം താമസിക്കുക, അങ്ങനൊരു ആഗ്രഹം കുറച്ച് നാളുകളായി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു ഇടവേള ആവശ്യമുണ്ട്, ആയുസ് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളൊക്കെ. എല്ലാറ്റിനും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജീവിതമേ അങ്ങനെയാണ്. അടുത്ത കാലത്തായി ടേണിംഗ് പോയിന്റിലെല്ലാം ആ ടേണിംഗ് ആവേണ്ട സമയത്ത് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഒരു സുജൂദ്, എന്നിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയും. അതെ, അള്ളാഹുവിനോട് കാവലിനെ തേടും അസൂയാലുക്കളുടെ അസൂയയെ സംബന്ധിച്ച്.
ഏഷണിക്കാരുടെ ഏഷണിയെ സംബന്ധിച്ച് ശത്രുക്കൾ, ആദർശ ശത്രുക്കൾ, ദുനിയാവിൽ എന്തോ ശത്രു, എന്നെ സംബന്ധിച്ചോളം ദുനിയാവിൽ ഒരു ശത്രു എനിക്കില്ല, ആദർശത്തിന്റെ ശത്രു മാത്രമേ ഉള്ളൂ. ആ ശത്രുക്കളെ സംബന്ധിച്ചും ശത്രുക്കളുടെ അദാവത്തിനെ സംബന്ധിച്ചും എൻ്റെ റബ്ബിനോട് ഞാൻ പരാതി പറയും. ഈ അടുത്ത ഒരു 10-15 കൊല്ലത്തിനിടയിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. അതിലാണ് ഈ ഇടക്കിടക്ക് അങ്ങോട്ട് പോകുന്നത് പരാതി പറയാൻ. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞതുപോലെ അവിടെ പോയി ഒരു സുജൂദ്, എന്നിട്ട് ആ കഅബത്തിന്റെ റബ്ബോട് പറയും, അല്ലാഹുമ്മ റബ്ബി ഇന്നി അഷ്കൂ ഇലൈക് ളുഅഫ ഖുവ്വതി വഖില്ലത ഹീലതി. ഞാനൊന്നുമല്ല അല്ലാഹുവേ, ഞാനൊന്നുമല്ല, ഒരു വ്യക്തി, നിന്റെ ഒരു അടിമ, ആരുടെയും ആരുമല്ല ഞാൻ, നിന്റെ മാത്രം. നിന്റെ വഹദാനിയത്ത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക, മനസ്സുള്ളവർ അംഗീകരിക്കുക, അല്ലാത്തവർ തള്ളുക. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അതുകൊണ്ട് ഇന്ന സംഘടനയിൽ നീ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞാൻ പറയാറില്ല, ഇന്ന സംഘടനയാണ് ഇതിന് പറ്റിയതെന്നും ഞാൻ പറയാറില്ല. അത് കേൾക്കുന്ന ആൾക്കാർ തിരഞ്ഞെടുത്തു കൊള്ളണം, ഗവേഷണത്തിലൂടെ, പഠനത്തിലൂടെ. ഇദ്ദേഹം പറയുന്ന തൗഹീദ് ആരർക്കിച്ചു കൂട്ടിയാലാണ് ഇപ്പൊ കിട്ടുക എന്ന് ശ്രദ്ധിച്ചോളണം. ഇന്നാളൊക്കെ പോയിക്കൊന്ന് ഞാൻ പറയാറില്ല, ഇന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തൊന്നും പറയാറില്ല. അതുകൊണ്ട് എന്നെ സംഘടനന്റെ ആളൊന്നും ആരും ആക്കണ്ട, അത് സംഘടനകൾ തന്നെ. എനിക്ക് കുറച്ചും കൂടി താല്പര്യം KNM-നോടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ KNM-കാർക്ക് തന്നെ അറിയാം ഞാൻ അതിൻ്റെ ഒന്നും മെമ്പറല്ല, അവരാരും എന്നെ മെമ്പറാക്കിയിട്ടുമില്ല എന്ന്. ഇപ്പം തന്നെ മെമ്പർഷിപ്പൊക്കെ നടന്നിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്നോട് ആരും മെമ്പർഷിപ്പ് എടുക്കാനും പറഞ്ഞിട്ടില്ല, ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുമില്ല. ഇനി അങ്ങനെ ആരും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യണ്ട. സെക്രട്ടറിയും പ്രസിഡന്റല്ലായിട്ടൊന്ന് ബലസാൻ, വല്ലാഹി അങ്ങനൊരു ചിന്ത പോലും 25 കൊല്ലത്തിന് ഇപ്പുറത്തുണ്ടായിട്ടില്ല. ഒറ്റക്ക് ചിന്തിക്കുക, ഒറ്റക്ക് പഠിക്കുക, ഒറ്റക്ക് മനസ്സിലാക്കുക, ഒറ്റക്ക് പറയുക. ആ പറയുന്നത് വെള്ളം ചേർക്കാതെ ഹർഫം ബി ഹർഫായിട്ട് പറയുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഇതെല്ലാം റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നാം പഠിച്ച വിഷയം ആണ്. അതിലേ നമുക്ക് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് എന്നെ ഒരു സംഘടനൻ്റെ ആളെ ആക്കിയിട്ട് ആ സംഘടന പൊളിക്കാൻ വേണ്ടി എന്നെ ഉപയോഗപ്പെടുത്താനൊന്നും ആരും മെനക്കണ്ട. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് ഇതില്ലേ, ഏത് അമ്മാസി വിഷയം വന്നപ്പോൾ അതന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുക എന്നുള്ളത് അവർ ഇബാദത്തിന്റെ ഭാഗമാണ്. ജൂതന്മാർ വിശ്വസിക്കുന്നത് അവരല്ലാത്തവരെല്ലാം പട്ടിയുടെയും പന്നികളുടെയും മക്കളാണ് എന്നാണ്. അതുകൊണ്ട് പട്ടിയുടെയും പന്നിയുടെയും മക്കളെ കൊല്ലാൻ അവർക്ക് ആരുടെയും ചീട്ടും വേണ്ട. കാരണം അവരുടെ ഇബാദത്തിന്റെ ഭാഗമായി ഒന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുക. അവർക്ക് അങ്ങനെ ഒരു പാപമോ തോന്നാറോ അല്ലെങ്കിൽ ഒരു കൊല എന്ന് തോന്നാറോ ഇല്ല. അവരുടെ മതപരമായ നിബന്ധനയാണ് ജൂതന്മാരല്ലാത്തവരെ കൊല്ലുക എന്നത്. ഇപ്പുറത്തുള്ളത് ഇറാനിയൻ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളല്ലാത്ത എല്ലാം സലഫികളടക്കമുള്ളവർ അബിനാ ഉസ്സിന, സിനയുടെ മക്കളാണ് എന്നാണ് ഖുമൈനി അടക്കം പ്രസംഗിച്ചത്. യാ അബിനാ അസ്സാനിയ അല്ലേ, അങ്ങനെയല്ലേ വിളിക്കലവര്? ആരാ സാനിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തേവിടിശിയുടെ മക്കളെ. ആരാന്നറിയത്? മഅദല്ലാ, നഊദു ബില്ലാ, ആയിഷ ബീബിയെ പറ്റിയാണ് പറഞ്ഞത്. ആയിഷ ബീബി ഉമ്മയാണ്. അതുകൊണ്ട് ഷിയാക്കൾ സലഫികളെ, സുന്നികളെ വിളിക്കുക അബിനാ ഉസ്സാനിയ എന്നാണ്, തേവിടിശിയുടെ മക്കള് എന്ന്. ആ തേവിടിശിയുടെ മക്കൾ ഈ ഭൂമിയിൽ മുസ്ലിമായിട്ട് അംഗീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ കൊന്നൊടുക്കണം. അതിനാണ് അവർ സിറിയയിൽ 20 ലക്ഷത്തിനെ കൊന്നൊടുക്കിയത്. അവര് തുടങ്ങിക്കൊടുത്തു. അവർക്കറിയാം തുടങ്ങിക്കൊടുത്താൽ ജൂതന്മാര് ചെയ്തോളും എന്ന്. തുടങ്ങിക്കൊടുത്തിട്ട് അവര് ബങ്കറിലേക്ക് പോയി. ഈ കഴുകന്മാര്, ചെന്നായ്ക്കൾ ഫലസ്തീനിലെ സാധുക്കളായ മൂമിനീങ്ങളെ മുഴുവനും കൊന്നൊടുക്കി. ആ മൂമിനീങ്ങൾ മുഴുവനും ആരാണ്? അഹ്ലുസുന്നയുടെ വക്താക്കളാണ്. അവരാരും ഷിയാക്കളല്ല. അപ്പം ഭൂലോകത്ത് അഹ്ലുസുന്നയെ നശിപ്പിച്ച് ലോകം പഴയ പേർഷ്യൻ സാമ്രാജ്യം പോലെ, പഴയ പേർഷ്യയാണല്ലോ ഇന്നത്തെ ഇറാൻ, പഴയ പേർഷ്യൻ സാമ്രാജ്യം പോലെ റോമിനെതിരിൽ നൂറ്റാണ്ടുകളോളം നിലനിന്ന ഒരു ഭരണകൂടമാണ് പേർഷ്യൻ ഭരണകൂടം. അപ്പൊ ഇന്ന് ലോകത്തിന്റെ സംവിധാനങ്ങൾക്കെതിരിൽ വളരെ ശക്തമായൊരു സാമ്രാജ്യ ശക്തിയായി ഇറാനിയൻ ഷീയത്ത് വളർന്നു വരണം. അഹ്ലുസുന്നയെ കൊന്ന്
കുഴിച്ചു മൂടി. എന്നിട്ട് ഇറാനിയൻ ഷീയത്ത് സ്ഥാപിച്ച് കഅബയും പൊളിച്ച് മദീനയും പൊളിച്ച് കെർബലയിൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് പങ്കെടുക്കാൻ മാത്രം വിശാലമായ ഒരു ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ നേതൃത്വത്തിൽ കെർബലയിൽ. അത് കഅബാലയത്തിനും മദീനക്കും പകരമാക്കുക, മദീനയിൽ അഷ്റഫുൽ ഖൽക്കിന്റെ പരിശുദ്ധമായ ഖബർസ്ഥാൻ പൊളിക്കുക, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെയും ഉമറിന്റെയും അസ്ഥികൂടങ്ങൾ കോരിയെടുത്തിട്ട് കത്തിച്ച് വെണ്ണീരാക്കുക. കാഫിറായതിന്റെ പേരിൽ അഷ്റഫുൽ ഖൽക്കിന്റെ ശരീരം കെർബലായിൽ കൊണ്ടുപോയി അടക്കുക, അലിയോടൊപ്പം ഹുസൈനോടൊപ്പം. ഇതല്ലേ ഇറാനിയൻ പോളിസി? നിങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു റോട്ടിലിറങ്ങിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ദിക്ർ ഹൽക്കിയും സലാത്ത് ഹൽക്കിയും ചൊല്ലിയത്? അതില് എൻ്റെ തനി ഭാഷ, എൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ, ഈ സലഫിയത്തിലേക്ക് ചേക്കേറിയ, സലഫിയത്തിലേക്ക് കടന്നുകൂടിയ ഏതാനും ഷിയാക്കളും അതിനു വേണ്ടി മെനക്കെട്ടില്ലേ? ആ യോഗത്തിൽ കൂടാൻ വേണ്ടി കാസർഗോഡ് അടക്കം സലഫികൾ എന്ന് പറയുന്നവരും കൂടിയില്ല റോഡില്. ഇപ്പോഴെന്തായി? എന്നിട്ട് എവിടെ പോയി? ഇപ്പൊ മനസ്സിലായി. ലെബനാനിലെ ഹിസ്ബുള്ളയായാലും യമനിലെ ഹൂത്തികളായാലും ഗസയിലെ ഹമാസുകളായാലും അഹ്ലുസുന്നയെ കൊന്നൊടുക്കി ഒരു ഇറാനിയൻ രാഷ്ട്രീയത്തിന് പാകമാക്കുകയാണ്. അതിന് തുടങ്ങിക്കൊടുത്താൽ പൂർത്തിയാക്കാൻ ജൂതന്മാരുണ്ട്. അതല്ലേ സംഭവിച്ചത് ലോകത്ത്? അന്ന് പറഞ്ഞു വരുന്നത്, അന്നത് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ നുഴഞ്ഞുകയറ്റ സലഫികൾ എന്ന് പറയുന്ന നുഴഞ്ഞുകയറ്റ ഷിയാക്കള് അവരടക്കം അതിനെതിരായിട്ട് വധിച്ചു. ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിന്റെ ഭാരം തീരില്ല. ആ സമയത്ത് കൊണ്ടോട്ടിക്കപ്പുറം എന്താണ് സ്ഥലത്തിന്റെ പേര്? മോങ്ങല്ല, ഒരു കോളേജുള്ള മദീന കോളേജ്, പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് പ്രാസംഗികമായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. KNMന്റെ അഡ്രസ്സിലാണ് ആ സ്ഥാപനം ഉള്ളത്. അങ്ങനെ വിളിച്ചു, നോട്ടീസൊക്കെ പുറത്തു വന്നു. പരിപാടി അടുത്ത് വന്നപ്പോൾ ആരുടെയും അഡ്രസ് ഇല്ല. ഞാൻ ആരെയും നമ്പറൊന്നും ശേഖരിക്കുന്ന പരിപാടിയില്ല എനിക്ക്. എന്നെ വിളിച്ചേൽപ്പിച്ച ആൾ അഡ്രസ്സൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങി. ദിവസങ്ങൾ അടുത്ത് വന്നപ്പോൾ ആരെയും വിളി കാണുന്നില്ല. പിന്നെ അഡ്രസ്സില്ല, ആരുടെയും അഡ്രസ്സില്ല. പിന്നെ ആരോടാണ് വിളിക്കാൻ ഞാൻ പറഞ്ഞത്? റൈസിനോടാണോ സലാഹുദ്ദീനോടോ എന്ന് അറിയില്ല. ഒന്ന് വിളിച്ചു നോക്കാൻ ആ പരിപാടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിഞ്ഞത് ആ നോട്ടീസൊക്കെ മാറ്റി ആ സ്ഥാനത്ത് അനീഫ് കായക്കൊടിയാണ് വരുന്നത് എന്ന്. സമാധാനായി. അനീഫ് കായക്കൊടിയാണല്ലോ ആ സ്ഥാനത്ത് വരുന്നത്. ഉടൻ തന്നെ സലഫിയത്തിൽ എൻ്റെ ആദർശ ശത്രുക്കൾ 2 തരമാണ്. ഒന്ന് പുറത്തുള്ള ശത്രുക്കൾ, ഒന്ന് ഉള്ളിലുള്ള ശത്രുക്കൾ. പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് മനസ്സിലാക്കാം, ഉള്ളിലുള്ള ശത്രുക്കളെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. മക്കയിലെ ഖുറൈശികളെ റസൂലുള്ളാഹി തങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മദീനത്തെ മുനാഫിക്കിനെ നിർത്തിയപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ കുടുങ്ങിയത്. അങ്ങനെ എന്താണെന്ന് എനിക്കറിയുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നില്ല. ഉടൻ തന്നെ ശത്രുക്കൾ മറു നോട്ടീസ് അടിച്ചു, രാജപാതയിൽ നിന്ന് ഔട്ട്. കാരണം KNMനെ ഞാൻ അതിനു മുമ്പ് കൊണ്ടോട്ടിയിൽ വെച്ച് എടവണ്ണയിൽ വെച്ച് KNM രാജപാതയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും എനിക്കത് തന്നെയാണ്. ഒരുപക്ഷെ KNMന് ഞാൻ ആരും ഇരിക്കൂല, പക്ഷെ എനിക്ക് പലതുമാണ് KNM. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരടുത്തും മെമ്പർഷിപ്പ് എടുത്തിട്ട് പോയതൊന്നുമല്ല. ഞാൻ 2010 KNMന്റെ സ്റ്റേജിൽ ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ്. ആരടുത്തും അങ്ങോട്ട് പോയിട്ട് മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ അന്നും എടുത്തിട്ടില്ല, ഇന്നും എടുത്തിട്ടില്ല. അന്ന് ഡോക്ടർ ബഷീർ സാഹിബ് കണ്ണൂർ, വാരം, ഷംസുദ്ദീൻ പാലത്ത്, CP സലീം, ഇവർ 3 പേരും കൂടി തൃക്കപ്പൂരന്റെ വീട്ടിൽ വന്ന് മണിക്കൂറുകളോളം സംസാരിച്ചു. നിങ്ങളിപ്പോൾ സ്റ്റേജുകളിൽ പൊതുവായി പറയുന്ന വയലിൽ നിങ്ങൾ തൗഹീദ് പറയാറുണ്ടല്ലോ,
ആ തൗഹീദ് പറയാൻ ഞങ്ങൾ KNMന്റെ സ്റ്റേജ് അനുവദിച്ചാൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. ആലോചിച്ചിട്ട് പറയാമെന്നും പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് സുഹൈർ ചുങ്കത്തറ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആദ്യമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. സെലഫി സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത് ഈ ചുങ്കത്തറയാണ്. സുഹൈറാണ് എന്നെ വിളിക്കുന്നത് അവിടുത്തെ കോളേജിന്റെ വാർഷികത്തിൽ ആശംസാ പ്രസംഗം നടത്താൻ. അന്ന് ഞാൻ പോകുന്ന എൻ്റെ തബ്ലീഗുകാരായ കൂട്ടുകാരോടൊപ്പമാണ്, മഞ്ചേരിയിലെ. അങ്ങനെ പോയി അവരൊക്കെ പോയി. ഞാൻ അവിടുന്ന് 1 മണിക്കൂറും 10 മിനിറ്റും സംസാരിച്ചു. അതൊരു ഹർഫ് പോലും എഡിറ്റ് ചെയ്യാതെ ചുങ്കത്തറ CD ഇറക്കി. അന്ന് CD ആണ്, ഇന്നത്തെ മാതിരി വാട്സപ്പും ഗൂഡ്സപ്പും കുന്തരാണ്ടൊന്നുമില്ല. CD ഇറക്കി. 10,000-കണക്കിന് CD ലോകം മുഴുവനും എത്തി. ആ CD കേട്ടതാണ് ചൊയ്ലി മുജാഹിദായി എന്ന് ലോകം മനസ്സിലാക്കാനുള്ള കാരണം. എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ മുജാഹിദായി എന്ന് ആ CD-യിലൂടെ, അതായത് ചുങ്കത്തറ നടത്തുന്ന KNMന്റെ കീഴിൽ ചുങ്കത്തറ നടത്തുന്ന കോളേജിൽ പ്രസംഗിച്ചു. അതോടുകൂടി ഞാൻ മുജാഹിദായി. ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞെന്നറിയുമോ? പുതിയ തലമുറയ്ക്ക് ഇതൊന്നും തിരിയില്ല. തബ്ലീഗാരെ പോലെ തബ്ലീഗിലെയും പുതിയ തലമുറക്കൊന്നും തിരിയില്ല. അതേപോലെ തന്നെ മുജാഹിദിലെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും തിരിയില്ല ചിലപ്പോൾ, പ്രത്യേകിച്ചിട്ട് പെറ്റുപെരുകുമ്പോൾ ഗ്രൂപ്പുകൾ. പിന്നെ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കൊല്ലം കണ്ണൂര്, കാസർഗോഡ്, മംഗലാപുരം ജില്ലകളിൽ പിന്നെ ചൊയ്ലി തരംഗം, അല്ല അങ്ങനല്ലേ പറയാ, തരംഗം എന്നല്ലേ പറയുക ആ ഭാഷ. പെട്ടെന്ന് ഓൾ പ്രോഗ്രാം ക്യാൻസൽഡ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്താ കാര്യം എന്നറിയോ? പുതിയ തലമുറ പലതും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പുതിയ തലമുറയെ. അങ്ങനെ ഈ പുളിക്കൽ പരിപാടിയിൽ എതിരാളികൾ പറഞ്ഞു വരുത്തി KNM എന്നെ പുറത്താക്കി, KNM എന്നെ ഔട്ടാക്കി. പക്ഷേ മഹാനായ ഹനീഫ് കായക്കൊടി ആ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെ ചൊയ്ലിയെ ഒതുക്കാനൊന്നും ആരും നോക്കണ്ട. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പ്രസംഗം. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയുമോ? തൽക്കാലം സമാധാനായി. അല്ലെങ്കിൽ എതിരാളികൾക്ക് നല്ല ഉപ്പേരിയും വറവും പായസവും ആയേനെ ആ സംഭവം. എന്നാൽ അവരെന്നെ വിളിച്ചിട്ട് എന്ത് പറയണം, ഉസ്താദ് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഹമ്മാസിനെ അനുകൂലിക്കുന്നവരാണ് എടുത്ത മുജാഹിദീങ്ങളൊക്കെ, അതുകൊണ്ട് ഉസ്താദ് ഹമ്മാസിനെ എതിർത്തത് കൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കരുതെന്ന് തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ പോരെ? ഞാൻ അതിനനുസരിച്ച് കരിക്കാൻ നിൽക്കൂലേ? ഒന്നും പറയാണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് ഹനീഫ് കായക്കൊടിനെ കൊണ്ടുവരുമ്പോൾ ശത്രുക്കൾക്ക് അവർ വടി കൊടുക്കലല്ലേ അത്? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്തു പിന്നീട്, അല്ലേ? ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയുമോ? ഒന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ പിന്നെ ഹമ്മാസ് മുതൽ ഗസ മുതൽ ലെബനാൻ വരെയും, ലെബനാൻ മുതൽ യമൻ വരെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാമോത്തും ഇല്ല, കത്തന്തുവരക്കലും ഇല്ല, ദിക്ർ ഹൽക്കിയും ഇല്ല, സലാത്ത് ഹൽക്കിയും ഇല്ല, ദുആ സമ്മേളനവും ഇല്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, എന്ത് ജാഥയാണ്, എന്ത് ജാഥാന്നതിന് പറഞ്ഞേ? അല്ലടോ, പ്രതിഷേധമല്ല, ഇതിന് അംഗീകരിച്ചു കൊടുക്കുന്നതിന് ഐക്യദാർഢ്യ യോഗവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. ഇലാഹദ്റത്തി പിന്നെ ഇലാഹദ്റത്തി പറഞ്ഞിട്ട് ദിക്ർ ഹൽക്ക, അതായത് പിന്നെ ഇസ്മായിൽ അനിയക്ക് വേണ്ടി ഒരു ദിക്ർ ഹൽക്ക, മറ്റേയാൾക്ക് വേണ്ടി ഒരു സലാത്ത് ഹൽക്ക, അതിലല്ലെങ്കിൽ ഒരു പരിപാടി ഇപ്പം ഇല്ല. ഓൾ മൗനം. നിങ്ങളെ മൗനം തീരും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലേക്ക് കടന്നത്. അവിടെയാണ് ഞാൻ ഈ പാരമ്പര്യം പ്രസംഗിക്കുന്നത്. അത് കൃത്യമായി തന്നെയാണ്, ഇല്ലെങ്കിൽ തിരുത്തിത്താ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായിട്ടും റസൂലായിട്ടും വരുന്നത് വേറെ ഏതെങ്കിലും മതത്തിലേക്കായിരുന്നോ? അല്ല. പിന്നെ ഏതിലേക്കാണ്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പഠിപ്പിച്ച മുസ്ലിമീൻ ഇസ്ലാം. ആ ഇസ്ലാമെ അംഗീകരിച്ചിരിക്കുന്നവർ, അവർ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കാഫറായി? അവർ അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, കഅബാലയത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല, മസ്ജിദുൽ ഹറാമിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല, ഇസ്മായിൽ നബിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് അവരെ കാഫിറെന്നും മുശ്രിക്കെന്നും അല്ലാഹു തആല പറഞ്ഞത്? അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടുന്നതിന് മഹാന്മാരായ ആൾക്കാരെ ഇടയാളാക്കി വെക്കാൻ
ഈ അംർ ബിൻ ലുഹയ്യ് പഠിപ്പിച്ചതുപോലെ ജാറങ്ങളിൽ ചെന്നിട്ട് ഇടയാളകളാക്കി ഇത്തങ്ങൾ അവർക്കത്തുണ്ട്, എനിക്ക് നീ കാര്യങ്ങൾ നടത്തി താ അല്ലാഹുവേ എന്ന് ദുആ ചെയ്തപ്പോൾ അവരെ അല്ലാഹു തആല മുശ്രിക് എന്ന് വിളിച്ചു. അഥവാ മഹാന്മാരായ ഔലിയാക്കളെയും മറ്റും ഇടയാളുകളായി വെക്കണമെന്ന് പറയുന്നവരായിരുന്നു അവരെ അല്ലാഹു മുശ്രിക് എന്ന് വിളിച്ചു. തത്തുല്യമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നവരും മുശ്രിക് തന്നെയാണ്. അതങ്ങനെ അന്ന് 13, 13, 15 ഇന്ന് 13, 13 വയ്പൊക്കെ എങ്ങനെയാ? അന്ന് 13, 15 തന്നെയാണ്, ഇന്നും 13, 15 തന്നെയാ. അന്ന് ഖുറൈശികൾ ചെയ്ത് എന്താണെന്നറിയുമോ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അവർ ചെയ്ത് എന്താണെന്ന്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശുപാർശകരായിട്ടാണ് ഞങ്ങൾ ഈ മഹാന്മാരെ ഉപയോഗിക്കുന്നത്. അവരുടെ പാരമ്പര്യക്കാരായ ഇന്നത്തെ ഷീഈ മൊല്ലമാരും സമൂഹത്തെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനേക്ക് എത്താൻ വേണ്ടി ശുപാർശകരാക്കണം മരിച്ചുപോയവരെ. അന്നടയാളാക്കിയത് ഇബ്രാഹിം നബിയെ, ഇന്നടയാളാക്കിയത് മൊയ്തീശക്കങ്ങളെ. അന്നടയാളാക്കിയത് ഇസ്മായിൽ നബിയെ, ഇന്നടയാളാക്കുന്ന നവംബർത്ത തങ്ങളെ. അന്നടയാളാക്കിയത് ലാത്തയെ, ഇന്നടയാളാക്കുന്നത് അജ്മീറിലെ തങ്ങളെ. അന്നടയാളാക്കിയത് ഉസ്സയെ. ഇതൊക്കെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചെന്ന പേരുകളല്ലേ. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ വളരെ കൃത്യമായി ആ പേരുകൾ വ്യക്തമാക്കുന്നത് ഇതൊന്നും സാങ്കല്പികമല്ലല്ലോ. അതേ അവസരത്തിൽ ഇന്നത്തെ ഖുറൈശിന്റെ അനുയായികൾ, അന്നത്തെ ഖുറൈശികളെ ഇന്നത്തെ അനുയായികൾ അവർ ഇടയാളുകളൊക്കെ സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. അന്നവർ ഇടയാളാക്കിയത് അർത്ഥത്തിലും അർത്ഥത്തിലുമുള്ള ഇടയാളുകളാണ്. പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് തന്ന ഇടയാളുകളാണ്. അതിനൊരു മാന്യതയുണ്ടായിരുന്നു അവരെ ഇടയാളാക്കുന്നതിൽ. എന്നിട്ടും അല്ലാഹു തആല അവരെ മുശ്രിക് എന്ന് വിളിച്ചു. ഒരു മാന്യതയും ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ ഔലിയാക്കൾ എന്നും പറഞ്ഞിട്ട് കുറെ ഡ്യൂപ്ലിക്കേറ്റുകളെ ഇടയാളാക്കുന്നവൻ മുശ്രിക് അല്ലെങ്കിൽ പിന്നെ എന്താ? അല്ലെങ്കിൽ പിന്നെ അന്ന് അംർ ബിൻ ലുഹയ്യിനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഇന്നഹു കാന അവ്വലു മൻ തഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിൽ നബിന്റെ ദീനിനെ മാറ്റം വരുത്തിയ ആദ്യത്തെ ആള് അംർ ബിൻ ലുഹയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള മക്കത്തെ ഖുറൈശികളെല്ലാം മുസ്ലിമീങ്ങളായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അന്ന് ഇസ്ലാം ആയിരുന്നു എന്നല്ല അർത്ഥം? അവ്വലു മൻ തഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിലിന്റെ ദീൻ, അതായത് അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം, ആ ഇസ്ലാമിനെ ജാറങ്ങൾ മഹാന്മാരെ വെച്ചുകൊണ്ട് കൊളാക്കിയത് ആദ്യത്തെ ആൾ അംർ ബിൻ ലുഹയ്യാണ്. അയാളെ നരകത്തിന് വയറും വലിച്ചുകൊണ്ട് നടക്കുമെന്ന് ശബുൽക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ, അഥവാ അഞ്ചാമത്തുപ്പാപ്പയായ ഖുസയ്യ് വരെ ഇസ്ലാമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. തൗഹീദായിരുന്നു നിലനിന്നത്. പ്യൂർ ഇസ്ലാം അനുസരിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്യൂപ്ലിക്കേറ്റ് മഹാനെയും വെച്ചിട്ട് ജാറമുണ്ടാക്കലോടുകൂടിയാണ് ഇസ്ലാം ദീൻ കൊളമാകാൻ തുടങ്ങിയത്. അവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരുന്നില്ലേ മുഹമ്മദ് മുസ്തഫ റസൂലായിട്ട് വന്നത്? അല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലം അങ്ങോളം ഇങ്ങോളം അള്ളാഹുവിനെ പറ്റി പറയുന്ന ഖുറൈശി സമൂഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നവരായിരുന്നു അവർ ഒന്നിച്ച് ജീവിക്കുന്നവരായിരുന്നു, അവർ ഒന്നിച്ച് കൂടുന്നവരായിരുന്നു. അല്ലേ? റസൂലുള്ളാഹി തങ്ങള് മിനായിലേക്ക് ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ മദീനയിൽ നിന്നടക്കം ഹാജിമാര് വരുമായിരുന്നില്ലേ മിനായിൽ? ആ മിനായിലേക്ക് വന്ന ഹാജിമാരുടെ തമ്പുകളിലല്ലേ അഷ്റഫുൽ ഖൽഖ് ദഅവത്തുമായിട്ട് കയറി ചെല്ലാറ്? എന്നിട്ട് സലാം പറഞ്ഞിട്ടല്ലേ കയറി ചെല്ലുക? അലി അല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നുണ്ടല്ലോ ആ സംഭവം. ഹബീബായ തങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഹിജ്റ പോകുന്നതിന് മുമ്പ് യസ്രിബിൽ നിന്ന് വന്ന ഹാജിമാരെ കാണാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് പോയില്ലേ? അങ്ങനെ ഓരോ ഗോത്രത്തിന്റെയും തമ്പിൽ മുട്ടിക്കയറി എന്നിട്ട് അവരോട് ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ ഒന്നിച്ച് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖുമുണ്ട്, ഞങ്ങൾ 3 പേരുമാണ് പോകുക. എന്നിട്ട് ആ കൂടാരത്തിൽ കയറും, എന്നിട്ട് അവരെ പരിചയപ്പെടും. അബൂബക്കർ സിദ്ദീഖാണ് പരിചയപ്പെടുത്തുക. അബൂബക്കർ സിദ്ദീഖിന് ഖുറൈശി വംശാവലിയെ പറ്റി നല്ല വിവരമുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് തന്നെ കയറിയിട്ട് ആദ്യം അവരെ പരിചയപ്പെടും. നിങ്ങൾ ഏത് ഗോത്രക്കാരാണ്, നിങ്ങൾ ഏത് വർഗക്കാരാണെന്ന് പരിചയപ്പെടും. അപ്പോൾ അവർ ഗോത്രം ഇന്ന ഗോത്രമാണ്, ഒന്നിക്കൽ ഞങ്ങൾ ബനു ആമിറിന്റെ ഗോത്രമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കിന്ദി ഗോത്രമാണ്, അല്ലെങ്കിൽ ശൈശ ഗോത്രമാണ്. ഇങ്ങനെ ഗോത്രത്തെ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു പഠിക്കും. അങ്ങനെ നിങ്ങൾ എത്ര പേരുണ്ട്, എത്ര പേരായി ഇപ്പൊ ഹജ്ജിന് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും.
ചരിത്രത്തിന്റെ കിതാബിൽ കാണാൻ സലാമും പറഞ്ഞിട്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ആ തമ്പിലേക്ക് കയറാറ്. എന്ന് വെച്ചാൽ ആ തമ്പിലുള്ളവർ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്രിസ്ത്യാനികളോ? ക്രിസ്ത്യാനികളോ ഹജ്ജിന് വന്നിരിക്കുന്നത്? ജൂതന്മാരോ ഹജ്ജിന് വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ആര്യന്മാരോ അല്ലെങ്കിൽ ദ്രാവിഡന്മാരാണോ ഹജ്ജിന് വന്നിരിക്കുന്നത്? ആരെ കാണാനാണ് അഷ്റഫുൽ ഖൽഖ് ആ കമ്പിലേക്ക് സലാമും പറഞ്ഞിട്ട് കയറിയത്? എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കും ദീനുൽ ഇസ്ലാമിന്റെ മനോഹരമായ ആ വിഷയം. എന്താണത്? ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി മുഹമ്മദുൻ റസൂലുള്ളാഹ്. അള്ളാഹു മാത്രം, അള്ളാഹുവിന്റെ ഇടയിൽ വേറൊരാളും പാടാ. നിങ്ങൾ ഏതൊരു അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഹജ്ജ് ചെയ്യാൻ വന്നിരിക്കുന്നത് ആ അള്ളാഹിനെ മാത്രമേ നിങ്ങൾ വിളിക്കാവൂ. ആ അള്ളാഹിന്റെ ഒന്നിച്ച് വേറെ ആരെയും നിങ്ങൾ വിളിക്കരുത്. ലാ ഇലാഹ, ഞാൻ ആ അള്ളാഹ് നിയോഗിച്ച റസൂല് മുഹമ്മദാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന പക്ഷം നിങ്ങളായിരിക്കും ലോകത്തുള്ള ഏറ്റവും വലിയ മാന്യന്മാർ. ഇതായിരുന്നില്ലേ മിനായിലെ ഹാജിമാരെ തമ്പിൽ കയറി ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? അന്ന് റസൂലുള്ളാഹിക്ക് മീന മദീനത്തൊന്നും പോയിട്ടില്ലല്ലോ. ഇവരാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരും അല്ല. എന്നാൽ അതേ അവസരത്തിൽ ഹജ്ജും നിസ്കാരവും എല്ലാം മിനയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹജ്ജ് ഏത് ഹജ്ജാണ്? ആ നിസ്കാരം ഏത് നിസ്കാരമാണ്? അന്ന് ഖുറൈശികൾ നിർവഹിച്ചുകൊണ്ടിരുന്ന നിസ്കാരം. ആ സന്ദർഭത്തിലല്ലേ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ഒരു കൂട്ടക്കാരെ പരിചയപ്പെടുന്നത്? ഇവരെല്ലാം പല ഡിമാൻഡുകളും പറഞ്ഞു. ഒരു ഗോത്രക്കാർ, ഷൈസ ഗോത്രക്കാര് അല്ല കിന്തി ഗോത്രക്കാര് പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കാം, ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ ആദർശത്തിന്റെ ആളാവും. അങ്ങനെ ആധിപത്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശേഷം ആധിപത്യം ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾക്ക് തരാൻ തയ്യാറുണ്ടോ? ആധിപത്യം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികളായി ഞങ്ങളെ നിശ്ചയിക്കുമോ എന്ന് ഡിമാൻഡ് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരിക, ഡിമാൻഡോടുകൂടി വരുന്നത് ശരിയാവില്ല. എന്ന് വെച്ചാൽ അർത്ഥം അഷ്റഫുൽ ഖൽഖ് അവസരം ഉപയോഗിച്ചിട്ട് ഒരു ബഹുസ്വര സമൂഹത്തിന്റെ മയക്കിയെടുത്തിട്ട് ഇസ്ലാമാക്കാൻ മെനക്കെട്ടില്ല. പൂർണ്ണമായി അംഗീകരിക്കുമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡോ അങ്ങനെ ഓഫർ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ് അല്ലേ പറഞ്ഞത്. എന്നാൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ആ ഗോത്രക്കാര്. ആ കൂടാരത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി വന്നു. വേറൊരു കൂടാരത്തിലേക്ക് കയറി ചെന്നു. ചരിത്രത്തിന്റെ കിതാബുകൾ എന്താ കാണുന്നത്? മുസന്ന ബിനു ഹാരിസ് ഷൈബാനി പോലെയുള്ള മഹാന്മാർ, ബനു ആമിറു ഷൈബ, ബനു ഷൈബ, ഷൈബാൻ ഗോത്രം. ഷൈബാൻ ഗോത്രം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇമാം അഹമ്മദ് ഇബിനു ഹംബൽ അഷൈബാനി എന്ന് പറഞ്ഞില്ലേ, അഹമ്മദ് ബിൻ ഹംബൽ ആ ഗോത്രത്തിൽ നിന്ന് വന്ന ആളാണ് ഷൈബാൻ ഗോത്രം. അതേപോലെ തന്നെ മുസന്ന ബിനു ഹാരിസ് ഷൈബാൻ, പിന്നീട് ഇവരെല്ലാം ഇസ്ലാമിലേക്ക് ഇവരെല്ലാം കൂടിയിരിക്കുന്ന ഗോത്രത്തിലേക്ക് കയറി ചെന്നു. അവർ കുറെ ആൾക്കാരുണ്ട്, മാന്യന്മാരുണ്ട്, കുറെ പേരപ്പെട്ടവരുണ്ട്. അബൂസിദ്ദീഖ് പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരെയും. റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞു, അവരെല്ലാം മക്കയിലുള്ള ഖുറൈശി ഗോത്രക്കാരാണ്. അവർ റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു, ഞാൻ ഇന്ന കാര്യവുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ഹജ്ജ് ഏതൊരു അള്ളാഹിനെ വിശ്വസിച്ചുകൊണ്ടാണോ അല്ലാഹ് മാത്രമേ ഉള്ളൂ, അള്ളാഹിനെ ഒന്നിച്ച് വേറെ ആളില്ല, നിങ്ങൾ അംഗീകരിക്കണം. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി മുഹമ്മദുൻ റസൂലുള്ളാഹ്. അപ്പൊ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുകയില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പൊ ഹജ്ജിന് വന്നിട്ടുള്ളത്. ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ഞങ്ങളെ കുടുംബത്തിലെ, ഞങ്ങളെ തറവാട്ടിലെ, ഞങ്ങളെ ഗോത്രത്തിലെ മാന്യന്മാരുമായിട്ടൊക്കെ മുഷാവറ ചെയ്യട്ടെ, അടുത്ത കൊല്ലം ഹജ്ജിനെ കാണാം എന്ന് പറഞ്ഞിട്ട് ആ സദസ്സ് പിരിഞ്ഞു. അഷ്റഫുൽക്കെ പറയുമായിരുന്നു, എന്തൊരു മാന്യരായ ജനങ്ങൾ, അവരെത്ര മാന്യമായിട്ടാണ് നമ്മളോട് പെരുമാറിയതെന്ന് അബൂസിദ്ദീഖ് അള്ളാഹുവിന് പറയുമായിരുന്നു. അവിടെ നിന്നും ഒരു ശരിയായ റിസൾട്ട്. കാരണം രണ്ട് കാര്യങ്ങൾ കിട്ടണം അഷ്റഫുൽ ഖൽക്കിന്. ഒന്ന്, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലൂടെ അവർ അള്ളാഹുവിൻ്റെ അടിമകളായി മാറണം. രണ്ട്, അഷ്റഫുൽ ഖൽക്കിനും ഒന്നിച്ചുള്ളവർക്കും അഭയം കിട്ടാൻ ഒരു ഗോത്രക്കാരെ കിട്ടണം. കാരണം അവിടുത്തെ രീതി എല്ലാം ഗോത്രമാണ്. റസൂലുള്ളാഹി തങ്ങളെ അബൂ താലിബിന്റെ മരണത്തോടുകൂടി ഗോത്രത്തിൽ നിന്ന് പുറത്തുപോയി. അബൂലഹബിന്റെ നേതൃത്വത്തിലാണ് ഇപ്പം ഖുറൈശി തറവാട്, ബനു ഹാഷിം തറവാട്. ഇപ്പം ബനു ഹാഷിമിൽ സ്വീകരിക്കാൻ തയ്യാറല്ല. അവർ റസൂലുള്ളാഹി തങ്ങൾ വീടും നാടൊന്നും ഇല്ലാണ്ട് വിഷമിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗോത്രക്കാരനെ നിങ്ങളെ ഏറ്റെടുക്കണം, അതും കൂടിയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. നിങ്ങൾ ഈ ദീനിനെ സഹായിക്കണം, എന്നെയും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ദഅവത്തിന്റെ ശൈലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ പൂച്ചണ്ടും പൂമാലിയും വല്ല റോൾസ് കാറും വല്ല തിന്നലും ബിരിയാണിയും കൊട്ടാരും ബംഗ്ലാവും അല്ലേ ദീനുൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ആ ഹബീബായ മുത്ത് എങ്ങനെയാണ് ഈ ദീനിന്റെ അലിഫ്ബാത്ത നമ്മളെ പരിചയപ്പെടുത്തിയെന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആ അഷ്റഫുൽ ഖൽക്ക് കയറി ഇറങ്ങുകയാണ് ഗോത്രക്കാരുടെ വീടുകളിലും കൂടാരങ്ങളിലും.
ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചിട്ട് ഈ ദീനിൻ്റെ പേരിൽ. ഞാൻ ദീൻ കൊണ്ടാണ് ഇന്ന് ചാപ്പാടടിച്ച് ജീവിക്കുന്നത് ഷീഇ മൊല്ലമാർ. ആലോചിച്ചു കൊള്ളുക. പൂർവിക ചരിത്രമൊന്നും ആരും മറക്കണ്ട. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖും അലി റളിയല്ലാഹു തആല മിനായിൽ വേറൊരു തമ്പിലേക്ക് കയറി. ഒരു കൊച്ചു തമ്പ് മുട്ടി സലാം പറഞ്ഞ് കയറി. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, മിന്നൈന അൻതും, നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ്? അപ്പൊ അവർ പറഞ്ഞു, മിൻ യസ്രിബ്, യസ്രിബിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ, ഹജ്ജിന് വന്നതാണ്. 6 പേര്. നിങ്ങൾ ഏത് ഗോത്രക്കാരാണ്? ഞങ്ങൾ ഖസ്റജ് ഗോത്രക്കാരാണ്. അതെ, യസ്രിബിൽ അന്ന് യമനിൽ നിന്ന് കുടിയേറി പാർത്ത 2 ഗോത്രക്കാരുണ്ടായിരുന്നു, ഔസും ഖസ്റജും. ഏതാണ്ട് BC 2000 ഇസ്രായേൽ സമൂഹം ആട്ടിയിറക്കപ്പെട്ടപ്പോൾ ഖൈബറിലേക്ക് യസ്രിബിലേക്ക് കുടിയേറി വന്ന ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ബനു കൈനുക്കാ, ബനു നളീർ, ബനു കൈനുക്കാ, ബനു ഹുസൈമ, ബനു നളീർ ഗോത്രക്കാർ. ബനു ഖുറൈല, ബനു നളീർ, ബനു ഖുറൈല, ബനു കൈനുക്കാ, ഇവരൊക്കെ അന്ന് ജൂത സമൂഹം അന്ന് സിറിയയിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടപ്പോൾ കുടിയേറി വന്നവരാണ്. അവരാണ് ശരിക്കും യസ്രിബുകാർ, മദീനക്കാർ അവരാണ്. ഇവര് യമനിൽ നിന്ന് ആഭ്യന്തര കലഹവും റോമിൻ്റെ കടന്നുകയറ്റവും മആരിബ് അണക്കെട്ടിൻ്റെ തകർച്ചയും ഒക്കെ യമനിനെ പൊളിച്ചു കളഞ്ഞപ്പോൾ അവിടെ നിന്ന് കുടിയേറി യസ്രിബിൽ വന്ന് താമസിക്കുന്നവരാണ് ഔസും ഖസ്റജും ഗോത്രക്കാർ. ആ ഖസ്റജ് ഗോത്രത്തിൽ നിന്നുള്ള 6 പേരാണ് ഹജ്ജിന് വന്നിരിക്കുന്നത്. ഏത് മതമനുസരിച്ച്? ദീനുൽ ഇസ്ലാം അവിടെ എത്തിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ ദീൻ അവിടെ എത്തിയിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് പോന്നിട്ടില്ല. സഹാബാക്കളും അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടില്ല. അവർ ഹജ്ജിന് വന്നതാണ് കൂട്ടരെ. ഏത് ഹജ്ജ്? നസറാക്കളെ ഹജ്ജോ? ജൂതന്മാരുടെ ഹജ്ജോ? ആര്യന്മാരുടെ ഹജ്ജോ? ദ്രാവിഡന്മാരുടെ ഹജ്ജോ? അതോ ഇസ്ലാമിൻ്റെ ഹജ്ജോ? വല്ലാഹി അവർ ഇസ്ലാമിൻ്റെ ഹജ്ജ് നിർവഹിക്കാൻ വന്നവരാണ്. ഇബ്രാഹിമി ഹജ്ജ്, ഇസ്മായിലി ഹജ്ജ്. 6 പേര്. അഷ്റഫൊക്കെ സംസാരിച്ചു അവരോട്. വളരെ സൗഹാർദ്ദപൂർവ്വം സംസാരിച്ചു, സ്നേഹത്തോടെ സംസാരിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ ഏതൊരു അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഹജ്ജിന് വന്നിരിക്കുന്നത്, അയ അള്ളാഹ് മാത്രമേ ഉണ്ടാകാവൂ. അയ അള്ളാഹിൻ്റെ ഒന്നിച്ച് വേറെ മഹാന്മാരുണ്ടാകാൻ പാടില്ല, ഇടയാളുകൾ ഉണ്ടാകാൻ പാടില്ല, വസായിത്തുകൾ ഉണ്ടാകാൻ പാടില്ല. ഞാനത് പറയാൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദാണ്, ഞാൻ റസൂലാണ്. അപ്പോഴാ 6 പേര്, സമയം കുറയല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിനായിൽ വെച്ചുള്ള ഈ സംഭവം. ജംറത്തുൽ അഖബയിൽ നടന്ന ഉടമ്പടിയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബൈഅത്തു ജംറത്തുൽ അഖബ അൽ-ഊല വസ്സാനിയ. 6 പേര്. അവര് റസൂലുള്ളാഹി തങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു, നമ്മളോട് ജൂതന്മാര് പറയുന്ന മുഹമ്മദാണോ ഇവര്? അത് വേറെ സംഭവമാണ്. യസ്രിബ്, യസ്രിബ് എന്ന് മീൻസ് മദീന. ഇപ്പോൾ മദീന, യസ്രിബ് എന്ന നാട്ടിലെ പേര്. അവിടെ ജൂതഗോത്രക്കാരായ ബനു നദീർ, ബനു ഖുറൈല, ബനു കൈനുക്കാവ് ഗോത്രക്കാരും ഔസ് ഖസ്റജ് ഗോത്രക്കാരും തമ്മിൽ എന്നും യുദ്ധമാണ്. ചിലപ്പോൾ ജൂതന്മാർ പരാജയപ്പെടും, ഔസ് ഖസ്റജുകാർ ജയിക്കും. ആ സമയത്ത് ജൂതന്മാർ പറയും ഇവരോട്, ഞങ്ങൾ കിതാബിൻ്റെ ആൾക്കാർ. ശരിയാണ്, അന്ന് ജൂതന്മാർ അറിവുള്ളവരാണ്. ചില അപകർഷതകളുണ്ട് ഔസ് ഖസ്റജ് ഗോത്രക്കാർക്ക്. അവരുടെ കൂട്ടത്തിൽ അറിവുള്ളവരാരുമില്ല. പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് അവർ, പാരമ്പര്യക്കാരാണ്. മുസ്ലിമുകൾ ഞാൻ പറയുന്നില്ല, പാരമ്പര്യക്കാരാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോടൊപ്പം ഇടയാളുകളില്ലാതെ അള്ളാഹിനെ മാത്രം പരിഗണിക്കുന്നവർക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും അംഗീകരിക്കും, ഒപ്പം ഔലിയാക്കളെയും അംഗീകരിക്കും, അതിനൊന്നിച്ചു കൂട്ടും. അവരാണ് മുശ്രിക്ക് എന്ന് പറയുന്നത്. അന്ന് ജൂതന്മാര് പറഞ്ഞു പേടിപ്പിക്കുമായിരുന്നു ഇവരെ. ഞങ്ങൾക്കൊരു പ്രവാചകൻ വരുന്നുണ്ട്, ഞങ്ങളെ കിതാബുകളിൽ, ഞങ്ങളുടെ പ്രമാണങ്ങളിൽ ഒരു പ്രവാചകന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ആ പ്രവാചകൻ വന്നാൽ ഇന്ന് ഞങ്ങളെ കിതാബിലുള്ളതായിരിക്കും ആ പ്രവാചകൻ കൊണ്ടുവരുന്ന കിതാബിൽ ഉണ്ടാവുക.
അങ്ങനെ ഒരുപാട് ആലിമീങ്ങളുള്ള നാടാണ്, കൂട്ടരാണ് ഈ ബനൂ കൈനുഖ ഗോത്രക്കാർ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തും അള്ളാന്റെ വഹദാനിയത്തും അംഗീകരിച്ച് ജീവിക്കുന്ന ഒറിജിനൽ ജൂതന്മാർ, അഹ്ലുൽ കിതാബ്. അവര് വരാനിരിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ച് തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അവർ ഉലമാക്കളാണ്, ഉലമാ ബനി ഇസ്രായേൽ. ആ പ്രവാചകനെ പറഞ്ഞ് ഔസ് ഹസ്രജുകാരെ പേടിപ്പിക്കുമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഇവർ 6 പേര് മക്കത്തേക്ക് ഹജ്ജിന് വരുന്നത്. തമ്പിൽ കയറി വന്നിരിക്കുന്നത് അപ്രവാചകനാണോ എന്നവർ സംശയിച്ചു. അവർ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തു. റസൂലുള്ളാഹി തങ്ങളെ അംഗീകരിക്കാൻ 6 പേര് തയ്യാറായി. അങ്ങനെ യസ്രിബിൽ നിന്ന് വന്ന 6 സംഘം ദീനുൽ ഇസ്ലാമിനെ സ്വീകരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവര് തിരിച്ച് നാട്ടിലേക്ക് പോയി ഈ വിഷയം ഔസ് ഹസ്രജ് ഗോത്രക്കാർക്കിടയിൽ സംസാരിച്ചു. അവർ ദഅവത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അടുത്ത കൊല്ലം 12 പേര് ഹജ്ജിന് വേണ്ടി വന്നു. അടുത്ത കൊല്ലം 12 പേര്. അപ്പോഴൊന്നും റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെത്തുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, ഇത് നമ്മൾ പണ്ടേ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്താ? നബി തങ്ങൾ മദീനത്തെത്തിയപ്പോഴാണ് ദീനുൽ ഇസ്ലാം മദീനത്ത് തുടങ്ങിയെന്നല്ലേ. കൂട്ടരെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ വിശാലമല്ലേ. അഷ്റഫുൽ ഖൽഖ് എത്തുന്നതിന് മുമ്പേ മിസ്അബ് ബിൻ ഉമൈർ മദീനത്തെത്തിയില്ലേ. ആ 12 പേര് മുസ്ലിമീങ്ങളായിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. അടുത്ത കൊല്ലം പിന്നെ വരുന്നത് 75 പേരാണ്. ഔസ് ഹസ്രജ് ഗോത്രത്തിലെ മെമ്പർമാരുണ്ട്. ഈ 12 പേര് തിരിച്ചു പോകുമ്പോൾ അവരൊന്നിച്ച് മിസ്അബ് ബിൻ ഉമൈറിനെ അല്ലാഹു തആല റസൂൽ അയച്ചു മദീനത്തേക്ക്, യസ്രിബിലേക്ക്. മിസ്അബ് ബിൻ ഉമൈർ, അല്ലാഹു അക്ബർ, നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഉഹദ് യുദ്ധക്കളത്തിൽ ഷഹീദായ മഹാനായ മിസ്അബ് ബിൻ ഉമൈർ, കോടീശ്വരനായ മിസ്അബ് ബിൻ ഉമൈർ, സൗന്ദര്യത്തിന്റെ പ്രതീകമായ മിസ്അബ് ബിൻ ഉമൈർ. മിസ്അബ് ബിൻ ഉമൈർ അത്തറും പൂശിയിട്ട് റോട്ടിലിറങ്ങിയാൽ മീറ്ററുകൾക്ക് മുമ്പേ ആ മണം മക്കയിൽ വ്യാപിക്കാൻ തുടങ്ങുമെന്ന്. അതാണ് മിസ്അബ് ബിൻ ഉമൈർ. സ്ത്രീകളടക്കം ആ മണം ആസ്വദിക്കാൻ റോഡ് സൈഡിൽ നിൽക്കുമായിരുന്നു മിസ്അബ് ബിൻ ഉമൈറിന്റെ ആ അത്തറിന്റെ മണം ആസ്വദിക്കാൻ. അത്ര കോടീശ്വരനായ മിസ്അബ് ബിൻ ഉമൈർ അവസാനം ഉഹദിൽ ഷഹീദായപ്പോൾ ഒരു തുണിയാണ് ഉണ്ടായിരുന്നത്. തലമറച്ചാൽ കാല് പുറത്ത്, കാല് മറച്ചാൽ തല പുറത്ത്. അഷ്റഫുൽ പറഞ്ഞു, തലമറക്കിൻ, കാല് പുല്ലുകളെ കൊണ്ട് മറക്കിനെന്ന്. അല്ലേ? ഇപ്പം ദീനുൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ കോടീശ്വരന്മാരും കാറൂനിസ്റ്റുകളും നമ്രൂദിസ്റ്റുകളും ഫറോവമാരുമായിട്ട് വിലസുകയാണല്ലേ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ, മഹാഭൂരിപക്ഷത്തെ മുശ്രിക്കാക്കിക്കൊണ്ട്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അതെ, കാലഘട്ടം കറങ്ങി വരുമ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ, നിങ്ങൾ അതിനെ ഗവേഷണം ചെയ്താൽ, ചരിത്രത്തെ നിങ്ങൾ പഠന വിധേയമാക്കിയാൽ, ഓരോ കാലത്തും നടന്ന സംഭവങ്ങളെ നിങ്ങൾ പഠന വിധേയമാക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടും. എന്താണത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരാശി പരാജയത്തിലാണ്, നാശത്തിലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. 4 കൂട്ടരൊഴികെ. അല്ലാഹു തആല പറഞ്ഞു, ഇല്ലല്ലദീന ആമനു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരൊഴികെ, ആധിപത്യം അല്ലാഹ്ക്ക് മാത്രം. വഅമിലുസ്സാലിഹാത്ത്, നായകത്വം മുഹമ്മദ് മുസ്തഫാക്ക് മാത്രം. ലാ ഇലാഹ മുസ്തഫ എന്താ? അല്ലദീന ആമനു, ഇല്ലല്ലദീന ആമനു, ആധിപത്യം അല്ലാഹ്ക്ക് മാത്രം. വഅമിലുസ്സാലിഹാത്ത്, നായകത്വം മുഹമ്മദ് മുസ്തഫാക്ക് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമത്തെ ആള് വതവാസൗ ബിൽ ഹഖ്, ഇതാണ് സത്യമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ. ആരാണ് മൂന്നാമത്തെ കൂട്ടര്? നാശകാരികളല്ലാത്ത വിജയിക്കാൻ പോകുന്ന മൂന്നാമത്തെ കൂട്ടർ ആരാണ്? വതവാസൗ ബിൽ ഹഖ്, മേൽപ്പറഞ്ഞ 2 കാര്യങ്ങളാണ് സത്യമെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറാകുന്നവർ. വതവാസൗ ബിസ്സബ്ർ, അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഏൽക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ അഖിലവും സഹിക്കുകയും സഹിക്കാൻ ലോകത്തോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നവരൊഴികെ ആ 4 കൂട്ടർക്കേ രക്ഷയുള്ളൂ. ബാക്കിയുള്ളവർ എത്ര വലിയ ഉലമാക്കളായാലും ഉമറാക്കളായാലും ഖാദിമാരായാലും ഹോജമാരായാലും അവർ നാശത്തിലാണ് എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല.
അല്ലെങ്കിൽ സൂറത്തുൽ അസ്റിന്റെ മാന എന്താണ്? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ കൃത്യവും വ്യക്തവുമാണ് നാം പറയുന്ന വിഷയങ്ങൾ. ഇതാരെയും തൃപ്തിപ്പെടുത്താനോ ബോധ്യപ്പെടുത്താനോ അല്ല, പച്ചയായ ഒരു പരമാർത്ഥം പ്രവാചകന്മാരുടെ വഴിയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. അള്ളാഹുവിന്റെ ദർബാറിൽ അത് അമാനത്തായി സമർപ്പിക്കുന്നു. മനസ്സുള്ളവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളാം. നാളെ ആഖിറത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ എൻ്റെ ഹൃദയവും എൻ്റെ നാവും നിങ്ങളുടെ നാവും നിങ്ങളുടെ ഹൃദയവും ഹാജരാക്കപ്പെടും. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഒറ്റൊരു കാര്യമേ നമുക്കിപ്പോഴുള്ളൂ, ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ള ദുആ. ഈ അവസ്ഥ നിലനിന്ന് കിട്ടാനുള്ള ദുആ. അല്ലാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ല, മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാത്രം, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുൻ അബ്ദുല്ലാഹി വ നബിയ്യുഹു വ റസൂലുഹു. അതിനപ്പുറം ഇപ്പുറം ചിന്തിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അല്ലാഹു അവസരം തന്നെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെല്ലണം. എന്നിട്ടൊരു ടേണിംഗ് പോയിന്റിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പരാതി പറയണം. എന്നിട്ട് ഹബീബിന്റെ നാട്ടിൽ പോകണം. ആ നാട്ടിൽ ഹബീബിന്റെ ഓരത്ത് അയൽവാസിയായിട്ട് ജീവിക്കണം. എന്നിട്ട് അള്ളാഹു തീരുമാനിക്കുന്ന പക്ഷം ആരോഗ്യവും ആയുസ്സും അള്ളാഹു തന്നാൽ വീണ്ടും വരണം. ആ പരിശുദ്ധമായ തൗഹീദും ആ പരിശുദ്ധമായ റിസാലത്തും ഇനിയും ലോകത്തോട് വിളിച്ചു പറയണം. അതിന് പുതിയ ഊർജം തേടിക്കൊണ്ട് പോവുകയാണ് ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. ഇന്നി ذاهب إلى ربي سيهدين. أقول قولي هذا والله